ये विग्रह होंगो में बनाया। वो कंपनी विग्रह निर्माण में बहुत तो मशहूर है। असली और नकली 100% किसी को आइडेंटिफाई नहीं कर सकते। ये विग्रह एसएसआर को जल्दी भेजो। कोल्लंजेरी मंदिर में ये प्रतिष्ठा करने का है। ओरिजिनल विग्रह निकालने के लिए मैं पूरा प्लान बना दिया। वो प्लान में एसएसआर को अभी भेजेगा। इदु मंत्रमो तंत्रमो कुतंत्रमो मंत्रमो तंत्रमो कुतंत्रमो मंत्रमो तंत्रमो कुतंत्रमो ജീവിതയാത്രയിൽ മാറിടും പുതുവേഷങ്ങളായിരം ജീവിതയാത്രയിൽ മാറിടും പുതുവേഷങ്ങളായിരം ഒരു ചാൺവയറിനല്ല സുഖിച്ചു ജീവിതമാടാൻ ഇത് മദ്യം ചെയ്യും പാതക തരികിട 12 ഇത് മന്ത്രമോ തന്ത്രമോ കുതന്ത്രമോ ഇത് മന്ത്രമോ തന്ത്രമോ കുതന്ത്രമോ മന്ത്രമോ തന്ത്രമോ മന്ത്രമോ തന്ത്രമോ കുതന്ത്രമോ ഈ വഴിയിൽ ധർമ്മ സങ്കടമുണ്ടേ ഈ മണ്ണിൽ ദുരിത കണ്ണീരുണ്ടേ ആത്മാവിൻ പിടയും വേദനയുണ്ടേ മൗനത്തിൻ നീറും അനുഭവമുണ്ടേ ഇത് മായിക മോഹന ജീവിത തന്ത്രമോ ഇത് ആടും പടയണി പകരും വേഷവിധാനമോ ഇത് മന്ത്രമോ മന്ത്രമോ തന്ത്രമോ കുതന്ത്രമോ കുതന്ത്രമോ ഇത് മന്ത്രമോ തന്ത്രമോ കുതന്ത്രമോ കള്ളന്മാർ കഥകൾ മെനയും നാട് സത്യത്തെ ചതിയിൽ വീട്ടും നാട് പുലികളെ എലിയായി മാറ്റും ഈ നാട് ഞാടിന്മേലാടുന്നവരുടെ നാട് ഇത് നൂതന ജീവിത നാടകശാലയോ ഈ പാവക്കൂത്തിൽ ചരട് വലിക്കും സൂത്രധാരനോ ഇത് മന്ത്രമോ തന്ത്രമോ കുതന്ത്രമോ ഇത് മന്ത്രമോ തന്ത്രമോ കുതന്ത്രമോ ജീവിതയാത്രയിൽ മാറിടും പുതുവേഷങ്ങളായിരം ജീവിതയാത്രയിൽ മാറിടും പുതുവേഷങ്ങളായിരം ഒരു ചാൺവയറിനല്ല സുഖിച്ചു ജീവിതമാടാൻ ഇത് മദ്യം ചെയ്യും പാതക തരികിട 12 ഇത് മന്ത്രമോ തന്ത്രമോ കുതന്ത്രമോ ഇത് മന്ത്രമോ തന്ത്രമോ കുതന്ത്രമോ അച്ഛനെന്താ രാവിലെ അമ്മയുടെ ഫോട്ടോ നോക്കിയിരിക്കുന്നത്? നിന്റെ അമ്മയുടെ വലിയൊരു ആഗ്രഹമായിരുന്നു നിന്നെ ഒരു IAS കാരനായി കാണണമെന്ന്. മരുന്ന് പോലും കഴിക്കാതെ അച്ഛനത് എങ്ങോട്ടാ പോകുന്നത്? എടാ അപ്പു, ഈ ഡോക്ടർമാര് പറയുന്ന പോലെ എനിക്ക് വലിയ അസുഖമൊന്നുമില്ല. ഉണ്ടായാലും ഇല്ലേലും അച്ഛൻ ഇനി ഒരു ജോലിക്കും പോകണ്ട. ഈ മരുന്ന് കഴിക്കും. വെറുതെ ഇങ്ങനെ മരുന്നും കഴിച്ച് വീട്ടിൽ കുത്തിയിരുന്നാലുണ്ടല്ലോ, എന്തെങ്കിലും അസുഖം ഉണ്ടെങ്കിൽ അത് കൂടെയുള്ളൂ. ആ ഇങ്ങതാ ചവിട്ടറ തൊന്തപ്പൊടിയുണ്ട്. ആ വന്നല്ലോ കൂട്ടുകാരൻ. ആ മക്കളിരിക്കെ, ഞാനൊന്ന് പുറത്തേക്ക് ഇറങ്ങിട്ട് വരാം. പെട്ടെന്ന് റെഡിയാകും. എങ്ങോട്ടാടാ? ഒരു സ്ഥലം വരെ പോകണ്ട്. എന്റെ അടുത്ത് വാടാ. എത്രയാടാ? 10 രൂപ. ശൈവാലിയേ 2 ചായ. എടാ നിന്നോടാ പറഞ്ഞത്. ഇനി ചായക്ക് പാലില്ല. എന്താ എന്താ എന്താ
പാലില്ലേ? പാലില്ലെന്ന് ചോദിക്കാൻ 10 ഉപ്പൊന്നും വാങ്ങിച്ചെന്നില്ലോ. 2 ഉപ്പി പാലും കൊണ്ട് ഞാൻ എത്ര പേർക്ക് ചായ കൊടുക്കണം? പതുക്കെ പറയടാ. അപ്പൊ അവിടെ മഗ്ഗിൽ അടച്ചു വെച്ച് നരക്കുപ്പി പാൽ നീ എടുത്ത് കുടിച്ചോ? നായരെ പഠിച്ചോണ്ടിരിക്കാത്ത കാര്യം പറയല്ലോ. എന്താടാ ആ പാലെടുത്താണ് തന്റെ സിനിമാ നടൻ മോൻ കഴിയത്. ആര്? ഹൃദയഭാനു. ഓ യവൻ മുടിച്ച് തേച്ച് കഴുകും. എടാ ഹൃദയഭാനുവേ, അവന്റെ ഹൃദയം ഇന്ന് ഞാൻ പാനുവാക്കും. എന്താ പ്രശ്നം? എടാ ഞാനിവിടെ പാല് വാങ്ങിച്ചു വെച്ചിരിക്കുന്നത് നിനക്ക് മോന്ത കഴുകാനല്ല, നാട്ടുകാർക്ക് ചായ കൊടുക്കാനാ. എന്റെ അച്ഛാ മമ്മൂട്ടിയും മോഹൻലാലിനും പോലെ വലിയ സിനിമാ നടനാവണമെങ്കിൽ എന്റെ മാത്രം കഴിവുകൊണ്ട് പറ്റില്ല. വീട്ടുകാരുടെ സപ്പോർട്ടും കൂടി ഉണ്ടെങ്കിൽ മാത്രമേ അത് നടക്കൂ. അല്ലേ ഭാസ്കരൻ ചേട്ടാ? ആ അതിനു വേണ്ടി ഇത്തിരി പാലും പഞ്ചസാരയൊക്കെ ചെലവായെന്നിരിക്കും. അല്ല പിന്നെ ഒരു കോള് പോയത് കണ്ടോ? കടിഞ്ചായ കൊടുത്താൽ മതിയെന്ന്. ഓ വേണ്ട വേണ്ട, അടുത്ത കോള്. മേലാൽ അവനുള്ളപ്പോ പാലും കൊണ്ടുകൂടെ വന്നു പോകരുത്. പ്രിയപ്പെട്ടവരെ, നിങ്ങളേവരും ആകാംക്ഷയോടെ കാത്തിരുന്ന കുമാരി മായയുടെ നൃത്തം ഉടനെ ആരംഭിക്കുന്നതാണ്. നിർത്തുങ്ങളാ. எத்தனை நாளாயிடா எங்களை ஏமாத்துற? இன்னைக்கு கடைசி நாள். ஏய் உன்னை பணத்தை கொடுங்க, இல்லன்னா உன் பொண்ணை தூக்கி வர சொல்லி முனியப்பண்ண. എങ്കേടാ ഗുണ്ടായുസം കാണിച്ച നീ ജീവനോട് ഇവിടെ തിരിച്ചു പോകില്ല. ഇത് ഞങ്ങളുടെ കളവാ. ഇവിടെ കളിക്കാൻ ഞങ്ങൾ മതി. വിട്ടുപിടി. என்ன நினைச்சேன்? இவங்க எல்லாம் எங்க பசங்கடா? போயிட்டு அடுத்த வாரம் வாங்கடா. உங்க பணத்தை முதல்லும் வட்டியும் சேர்த்து தருவேன். வருவேன்டா, கண்டிப்பா வருவேன்டா. ஏய் பணத்தை தரலைனா உன் பொண்ணை நான் கண்டிப்பா தூக்குடுவேன். ஏடா போடா போடா போடா. അണ്ണാ മായാബാരി റെഡിയല്ലേ? എന്നാ പിന്നെ എന്താ താമസം? ആൾക്കാർ ബഹളം ഉണ്ടാക്കണില്ലേ? എന്നാ പിന്നെ തുണി വന്നിട്ടേ. അല്ല വന്നിട്ടേന്ന് ഇപ്പൊ തന്നെ പരിപാടി തുടങ്ങോട്ടെ. പ്രണയത്തിൻ പൂന്തണലിൽ ഈ സുരഭിലയാമങ്ങളിൽ സ്വപ്നങ്ങൾ നെയ്യാൻ സ്വർഗങ്ങൾ പൂകാൻ വരുമോ പ്രിയ സഖിനി? ഹൃദയത്തിൻ താളങ്ങളാൽ എൻ മനസ്സിന്റെ പഞ്ചികയിൽ അനുരാഗ കാവ്യം വിരചിച്ച താരം പ്രിയവരൻ കവിവരനോ? പൂവേ എന്നഴകിന്റെ അനുഗ്രഹ സുരഭിലമാം രാവേ ഉണരാൻ നീ വരുമോ? ഹൃദയത്തിൻ താളങ്ങളാൽ എൻ മനസ്സിന്റെ പഞ്ചികയിൽ അനുരാഗ കാവ്യം വിരചിച്ച താരം പ്രിയവരൻ കവിവരനോ?
മെത്തയിലലിയാൻ കനകം വിളയും തീരം അതിവരെ കണ്ടു നടക്കാൻ വരുമോ എൻ പ്രിയ സഖിയേ അനുരാഗമതമറിയാൻ തരുമോ നിൻ തിരുഹൃദയം നറുചൂടിൻ സുഖമറിയാൻ ഈ ഭാവന മോഹന സുന്ദര രാവിൽ അലിയാം പരസ്പരം ഞാൻ കാണും ബിംബങ്ങൾ നിൻ രൂപചിത്രങ്ങൾ സാഗര സംക്രമ നിർവൃതി പോലെ ഒഴുകാൻ പരസ്പരം ഹൃദയത്തിൻ താളങ്ങളാൽ എൻ മനസ്സിന്റെ പഞ്ചികയിൽ അനുരാഗ കാവ്യം വിരചിച്ചതാരോ പ്രിയവരൻ കവിവരനോ മായ, നൃത്തം വളരെ നന്നായിരുന്നു. தேங்க்ஸ். உங்களோட மனசொன்னும் இங்கே இல்லே. எனக்கு தெரியும். நீங்க வேற ஏதோ உலகத்தில் இருந்தே. ஆடும்போ நான் உங்களை பார்த்தேன். പക്ഷെ ഞാൻ കണ്ട നൃത്തത്തിൽ നീ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. அப்பா உங்களுக்கு என் பொண்ணு மேல தான் கண்ணு அது எனக்கு நல்லா தெரியும். அது நடக்க மாட்டேன். എന്റെ അണ്ണ, നിങ്ങളുടെ മോളുമായിട്ട് എനിക്ക് യാതൊരു ബന്ധവുമില്ല. நீங்க என்ன குருடன் நினைச்சீங்களா? என்ன பண்றேன்னு எனக்கு நல்லா தெரியும். അണ്ണാ, അണ്ണൻ ഞങ്ങൾ നമ്പ്. ഈ വാരത്തെ കാശ് ഇന്ന് അമ്പല കമ്മിറ്റിക്ക് കൊടുക്കണം. കഴിഞ്ഞ 3 ദിവസത്തെ കളക്ഷൻ അണ്ണന്റെ കയ്യിലാ ഉള്ളത്. കളക്ഷനാ? കാശാ? പണമാ? അപ്പുകുട്ടാ, അപ്പുകുട്ടാ, നിന്റെ അച്ഛൻ ഉണ്ണിനാരുടെ ചായക്കടയിൽ തലകറങ്ങി വീണ്ടാ. നീ പെട്ടെന്ന് ചെന്നേ. എടാ, ഇയാളെ നമുക്ക് പിന്നെ എടുക്കാം. വാ വാടാ. അച്ഛനെന്താ പറ്റി ഉണ്ണിടാ? വന്ന ഉടനെ ചൂടുവെള്ളം ചോദിച്ചു. അത് എടുത്തോണ്ട് വന്നപ്പോഴത്തേക്കും വേഗം കിടക്കുന്നു. നമുക്കിവിടെ ആശുപത്രി എത്തിക്കാം. പിടി സൂക്ഷിച്ച് പിടിക്കണേ. நீங்க முனியப்பாட்ட இருந்து 50,000 ரூபாய் கடன் வாங்கியிருக்கீங்க. கோவில் கமிட்டில இருந்து அந்த பசங்களோட ஜாமீனத்தினால 20,000 ரூபாய் கடன் வாங்கியிருக்கீங்க. அது ஏன் திருப்பி கொடுக்கல? உங்களுக்கு தினமும் தண்ணி அடிக்கிறதுக்கு 1000 ரூபாய் வேணும். முதல்ல அவங்களோட பணத்தை திருப்பி கொடுத்துட்டு நீ எவ்வளவு வேணும்லாம் குடி. அந்த முனியப்ப ஒரு பொம்பளை பொறுக்கி. ரொம்ப நாள் அவனுக்கு என் மேல ஒரு கண்ணு. அவன் திரும்பி வந்தா கண்டிப்பா என்ன தூக்கிட்டு போயிடுவான். தூக்கிட்டு போட்டு நான் அவனுக்கு தான் உன்னை கல்யாணம் பண்ணி கொடுக்க போறேன். அந்த 3 பேர் வரதுக்கு முன்னாடி நம்ம இங்க இருந்து போயிடலாம். வேண்டப்பா, அந்த 3 பேரு ரொம்ப நல்லவங்க. கோவில் கமிட்டிக்கு கொடுக்க வேண்டிய பணத்தை திருப்பி கொடுத்துட்டா கலெக்ஷன்ல பாதி உனக்கு தான் கிடைக்கும். பின்ன எதுக்காக அந்த முனியப்பன் கூட போணும்? நீ ஆடுனா எனக்கு பணம் கிடைக்கும். அதுதான் எனக்கு முக்கியம். அப்பா, நம்ம முனியப்பன் கூட போக வேண்டாம். இவங்க 3 பேரும் ரொம்ப நல்லவங்க. உங்களுக்கு எவ்வளவு பணம் வேணுமோ நான் வாங்கி தரேன். எனக்கு தெரியும். அந்த 3 பேர்ல யாரோ ஒருத்தனை நீ காதலிக்கிற. அது எனக்கு நல்லா தெரியும்டி. அப்பா, இப்பவும் உங்க கையில தானே எல்லா கலெக்ஷனும் கிடைக்கிறது. அப்புறமும் உங்களுக்கு என்ன பிரச்சனை அப்பா? பாரு, எனக்கு யார உதவியும் தேவையில்லை. நாளைக்கு முனியப்ப எடுத்துதான் உன்னோட ஆட்டம். ஹலோ ஐயா, என்னங்க நான் அங்க வரணுமா? இங்க வந்தாச்சா? எல்லாம் ரெடியா இருக்கு, எல்லாம் ரெடியா இருக்கு. வாங்கோ, சீக்கிரம் வாங்கோ, சீக்கிரம் வாங்கோ. நீ சீக்கிரமா ரெடியாடு. அவரெல்லாம் வந்தாச்சு. நான் வரலப்பா. இவங்களை விட்டு
விட்டு நான் எங்கேயும் வரமாட்டேன். அந்த முனியப்ப என் வாழ்க்கை கெடுத்துருவாப்பா. இல்ல, நான் வரமாட்டேன். ஐயா வாங்க வாங்க வாங்கய்யா. இந்த ஸ்டேஜ், இந்த டெண்ட் எல்லாம் உங்களோடதான். எடுத்துட்டு போங்க, எடுத்துட்டு போங்க. சீக்கிரம் போடா. வாடா. சரியண்ணா. உள்ள போங்க ஐயா. என்ன பொண்ணு தூங்கிட்டு இருக்கா? அது சின்ன தலைவலிதான். நான் பாலில் கொஞ்சம் தூக்க மாத்திரை போட்டு கொடுத்துருக்கு, அதனாலதான். அப்படியா? ஆமா. சரி சரி. എടുത്തടി. അച്ഛൻ എങ്ങനെയുണ്ട്? ഡോക്ടർ പറഞ്ഞത് അച്ഛന്റെ നില ക്രിട്ടിക്കലാണെന്നാ. എന്തായാലും നാം സഹിച്ചല്ലേ പറ്റൂ. ഈ മരുന്നുകളൊക്കെ ഉടനെ എത്തിക്കണം. ശരി. നീ വിഷമിക്കാണ്ടിരിക്കും. ചികിത്സിച്ച ഭേദോത്ര ഒന്നുമില്ലല്ലോ. സമാധാനപ്പെടും. വളരെ സീരിയസ് ആയിട്ടുള്ളൊരു മാറ്റർ സംസാരിക്കാനാണ് അപ്പുക്കുട്ടനെ ഞാൻ വിളിപ്പിച്ചത്. അച്ഛൻ ഓപ്പറേഷൻ മസ്റ്റാണ്. അത് കൂടാതെ കഴിയില്ല. കരളിനെ സംബന്ധിക്കുന്നതായതുകൊണ്ട് റിസ്ക് കൂടുതലാണ്. പിന്നെ പുറത്തുനിന്നൊരു സ്പെഷ്യലിസ്റ്റിനെ കൊണ്ടുവരേണ്ടി വരും. ആവശ്യമായ ബ്ലഡും അറേഞ്ച് ചെയ്യേണ്ടി വരും. ഓപ്പറേഷന് മുമ്പ് 4.5 ലക്ഷം രൂപ നിർബന്ധമായും കെട്ടിവെക്കണം. വിലപിടിപ്പുള്ള മരുന്നുകളാണ് ഉപയോഗിക്കുന്നത്. ഇവിടുത്തെ ചാർജിൽ എനിക്ക് കുറയ്ക്കാൻ പറ്റും. ഉടനെ വേണ്ടത് ചെയ്യണം. കുറച്ച് സീരിയസ് ആണെന്നാണ് ഡോക്ടർ പറഞ്ഞത്. ഉടനെ ഓപ്പറേഷൻ നടത്തിയില്ലെങ്കിൽ അച്ഛൻ 3-4 ലക്ഷം രൂപ വേണമെന്നാണ് പറഞ്ഞത്. ഞാനിത് എവിടെ നിന്ന് ഉണ്ടാക്കാനാ? വിഷമിക്കണ്ട, നീ അച്ഛൻ്റെ കാര്യങ്ങൾ നോക്ക്. ആ ചിന്നക്കറുപ്പയുടെ കയ്യിൽ 2-3 ദിവസത്തെ കളക്ഷൻ കാണും. തൽക്കാലം ഞങ്ങളത് വാങ്ങി വരാം. എന്നാ എടാ തൂറാൻ പോലും ഒരു ആൾ കാണാനില്ലട്ടി പറമ്പില്. അയ്യോ, നമ്മുടെ ടെന്റ് ഇവിടെ പോയി. ചതിച്ചടാ. ആ ചിന്നക്കറുപ്പയെ ചതിയനാടാ. നമ്മുടെ 3 ദിവസത്തെ കളക്ഷൻ ആ ദുഷ്ടന്റെ കയ്യിലാടാ. എടാ ഇനി പൂര കമ്മിറ്റിക്കാർക്ക് നമ്മൾ 25,000 എങ്ങനെ തിരിച്ചു കൊടുക്കൂടാ? കണ്ണുചോരയില്ലാത്ത ചെറ്റകള്. എടാ നമ്മുടെ മൈക്ക് സെറ്റും സ്റ്റേജും കസാരയും എല്ലാം അവൻ എടുത്തോണ്ട് പോയി. എന്തായാലും അവന്മാരെ വെറുതെ വിടാൻ പറ്റില്ല. ഇവിടുന്ന് മുങ്ങിയാൽ എവിടെയെങ്കിലും പൊങ്ങാതിരിക്കുമല്ലോ. മായ ചതിക്കുന്നു ഞാൻ കരുതിയില്ല. അതിന് അവർക്ക് എന്ത് ചെയ്യാൻ പറ്റും? ആ ചിന്നക്കുറുപ്പും മുനിയപ്പനും കൂടി അവളെ ബലമായിട്ട് പിടിച്ചുകൊണ്ടിരിക്കും. വാ, നമുക്ക് അപ്പൂനെ കണ്ട് കാര്യങ്ങൾ പറഞ്ഞിട്ട് വരാം. എവിടാ? ആലത്തൂരാണോ? ആ, ഒരു പാണ്ടി കൂടെ ഒരു പെണ്ണും. അപ്പൊ അത് അവര് തന്നെയാണ് സാധ്യത. എടാ 25,000 രൂപ പാണ്ടി ഞങ്ങളെ പറ്റിച്ച് അറിയാമോ? ഞാൻ വിളിക്കാം. എടാ ആലത്തൂർ ഒരു ടീമൊന്ന് തമ്പടിച്ചിട്ടുണ്ട്. പറഞ്ഞു കേട്ട ലക്ഷണം വെച്ചിട്ട് നമ്മുടെ ചിന്നക്കറുപ്പയും മോളോകാനാണ് സാധ്യത. നമുക്കൊന്ന് നോക്കിയാലോ? എങ്ങനെയാണെങ്കിലും ശരി, നമ്മുടെ കാശ് നമുക്ക് തിരിച്ചു വാങ്ങിക്കണം. ഹോസ്പിറ്റലിൽ ചെലവിന്റെ കാര്യാലോചിക്കുമ്പോൾ ഒരെത്തും പിടിയും കിട്ടുന്നില്ല. ഇവന്റെ പ്രശ്നം ഉണ്ടായിരുന്നില്ലെങ്കിൽ ആ പൈസ കൊണ്ട് പോട്ടേന്ന് വെക്കായിരുന്നു. അങ്ങനെ പോട്ടേന്ന് വെച്ചാ അമ്പല കമ്പനിക്കാരോട് നമ്മൾ എന്ത് സമാധാനം പറയും? എടാ ആദ്യം വീട്ടിൽ ചെന്നിട്ട് നമുക്കൊന്ന് പ്ലാൻ ചെയ്യാം. എന്നിട്ട് അവിടെ വരെ പോവാം. എന്താ? ശരി, വാ. എത്ര ദിവസമായി അവനിങ്ങോട്ടൊന്ന് വന്നിട്ട്? ഇവിടെ നമ്മുടെ 2-3 പേര് ജീവനോട് ഇരിപ്പുണ്ടെന്നുള്ള വല്ല വിചാരമുണ്ടോ? അതാ വരുന്നുണ്ട്. അമ്മയൊന്നും മിണ്ടാതിരിക്കേ.
എടാ നീ ആശുപത്രിയിലേക്ക് പോയിക്കോ, ഞാൻ അവനായിട്ട് പോയിക്കോളാന്നേ. അവൻ ജംഗ്ഷനിൽ നിൽക്കാന്ന് പറഞ്ഞിട്ടുണ്ട്. എന്തൊരു പോക്ക ശിവ, നാളെ അല്ലേ പണിക്കിന് വരുന്നത്? ആ അപ്പോ ഇരിക്കെ എനിക്ക് ഇവനോട് 2 വാക്ക് പറയാനുണ്ട്. ഇവിടെ ആണെങ്കിൽ അരിയും സാധനങ്ങളൊക്കെ കഴിഞ്ഞിരിക്കുന്നു. ഞങ്ങൾ എങ്ങനെ കഴിയുന്നെന്ന് വല്ല വിചാരമുണ്ടോ നിനക്ക്? ശിവ, ഡാൻസും സർക്കസും കൂത്തും മാത്രം മതിയോ നിനക്ക്? അമ്മയ്ക്ക് എപ്പോഴും ശകാരം തന്നെയാ. അമ്മ പറയുന്ന കാര്യങ്ങളൊക്കെ എനിക്കും അറിയാവുന്നതാ. ഇന്നലെ വീട്ടു സാധനങ്ങൾ മേടിക്കാതിരുന്നപ്പോഴാ ഇവന്റെ അച്ഛൻ ആശുപത്രിയിലായത്. പോരാത്തതിനുള്ള കാശിന്റെ സാധനങ്ങളും ആ തമിഴന്മാരും അടിച്ചിട്ട് പോയി. എന്താ അപ്പോ ഉണ്ടായത്? അച്ഛൻ എന്ത് പറ്റി? അത് കുറച്ച് സീരിയസ് ആണമ്മേ. ഓപ്പറേഷൻ വേണമെന്ന് ഡോക്ടർ പറഞ്ഞത്. എന്റെ കൃഷ്ണ, ഓരോ പരീക്ഷണങ്ങള്. 3-4 ലക്ഷം രൂപ ചെലവ് വരുന്നാ പറയണത്. ഇത്രയും കാശ് പെട്ടെന്ന് എവിടെ നിന്ന് എങ്ങനെ ഉണ്ടാക്കും എന്റെ കൃഷ്ണ? ഇവനെ പഠിപ്പിച്ചൊരു കരയ്ക്കെത്തിക്കാൻ രാവും പകലും അധ്വാനിച്ച മനുഷ്യനാ. പൈസ അറേഞ്ച് ചെയ്യാനുള്ള ശ്രമത്തിലായിരുന്നു ഞങ്ങൾ. അതാ ഇങ്ങോട്ട് പോലും വരാതിരുന്നത്. സാരമില്ലടാ, അമ്മ അറിയാണ്ട് പറഞ്ഞല്ലേ. പരിശ്രമിക്കുക, ഭഗവാൻ എല്ലാം സാധിച്ചു തരും എന്റെ കൃഷ്ണ. കാപ്പി റെഡിയായിട്ടുണ്ട്. ചെല്ലും മക്കളെ. ഇവരുണ്ടാക്കിയ ചായ എന്ന് പറഞ്ഞ ബെസ്റ്റാ. ബാത്റൂമിൽ നിന്ന് ഇറങ്ങാൻ തോന്നൂല. സ്വവർഗരതി കേന്ദ്ര നിലപാട് മാറ്റി. ഇങ്ങനെ വേണം. ഞാൻ ദിവസം അവരെടുക്കുന്നുണ്ട്. പാലും കൊണ്ട് വന്നോളാം. നിന്റെ മുടിഞ്ഞു പോകാൻ നിന്റെ ആരാണ് ഇപ്പൊ കിട്ടിയെടുത്ത് വിളിച്ചത്? മുടിഞ്ഞു ഉറക്കുമായിരുന്നു. ഞാനാ വിളിച്ചെടുത്തിയത്. എന്തിന്? പച്ചപ്പാലും കൊണ്ട് പോകാൻ കഴുകാൻ. ഇന്ന് നിന്റെ ശമ്പളം ശരിയാക്കി തരാം കേട്ടോ. എനിക്ക് ശമ്പളം ഇല്ല. ഉണ്ടല്ലോ. പാലുണ്ട് വെക്കടാ, കൊണ്ടുവേടാ. ഇനി എന്തിനാ കുടുംബം പിടിക്കുവാൻ നിൽക്കുന്നത്? പൊക്കൂടെ. അച്ഛനിപ്പോ എങ്ങനെയുണ്ട് മോനെ? കുറച്ച് കൂടുതലാ ഉണ്ണീട്ടാ. ഒരു ചായ. സൈതാലി, ഒരു ചായ മീഡിയം. സ്ത്രീപീഡന കേസിലെ പ്രതി വിഗ്രഹം മോഷ്ടാവാണെന്ന് തിരിച്ചറിഞ്ഞു. ഈ ഫോട്ടോയിൽ കാണുന്ന നമ്മുടെ കീരിക്കേശവൻ. അതേന്ന്, നമ്മുടെ SS നായർ ഡ്രൈവർ. കേക്കട്ടെ. ചിറ്റൂർ പീഡന കേസിൽ 4ാം പ്രതിയായി പിടിക്കപ്പെട്ട കീരിക്കേശവൻ നിരവധി വിഗ്രഹമോഷണ കേസിലും പ്രതിയാണെന്ന് പോലീസ് പറയുന്നു. പെട്ടെന്ന് കാശുണ്ടാക്കാൻ ഇപ്പൊ വിഗ്രഹമോഷണമാണ് പറ്റിയ പണി. 2-3 വർഷം മുമ്പ് വരെ നമ്മുടെ SS നായരുടെ സന്തത സഹചാരിയും ഡ്രൈവറുമായിരുന്നു ഈ കീരി. ഇപ്പോ അയാളും കോടീശ്വരൻ, ഇവനും കോടീശ്വരൻ. ഈ കേസൊക്കെ പണം കൊടുത്ത് ഒതുക്കില്ല എന്റെ നായരെ. അത് തന്നെ, പണത്തിന് മീതെ പരുന്തും പറക്കില്ല. ദൈവങ്ങളെ അങ്ങോട്ട് മോഷിച്ച് വെക്കുക, എന്നിട്ട് പണക്കാരാകുക. ഇന്നത്തെ കാലത്ത് ദൈവങ്ങളും അതിൽ കൂട്ടാം. ഭഗവാനെ, എൻ്റെ അച്ഛൻ്റെ ഓപ്പറേഷന് പണത്തിന് വേണ്ടി പല വാതിലുകളിലും ഞാൻ മുട്ടി. ഒരിടത്തൊന്നും സഹായം ലഭിച്ചില്ല. ഇനി എനിക്ക് മറ്റു മാർഗങ്ങളൊന്നുമില്ല. ഭഗവാനെയുള്ള എനിക്ക് ആശ്രയം. അതുകൊണ്ട് ഞാൻ അങ്ങേ എടുക്കുക. കൃഷ്ണ ഭഗവാനേ, ഹലോ, വിഗ്രഹോ? പോലീസ് സ്റ്റേഷനിലാണോ വിളിച്ചിട്ട് വിഗ്രഹം ഉണ്ടോന്ന് ചോദിക്കുന്നത്? അമ്പലത്തിലല്ലേ വിഗ്രഹം ഇരിക്കുന്നത്? വെളുപ്പാൻ കാലത്ത് പോലീസ് സ്റ്റേഷനിലേക്ക് വിളിച്ചിട്ട് വിഗ്രഹം ഉണ്ടോന്ന്? ഒന്ന് ഉറങ്ങാനും ഒരുത്തിനും സമ്മതിക്കില്ലെന്ന് പറഞ്ഞ ഒരു ഫോൺ നിന്ന് വെച്ചിട്ട് എടുക്കാൻ പറ്റുന്നില്ലേ? ഇയാൾ എന്ത് മനുഷ്യനത്? ഹലോ, ആരാ? വിഗ്രഹമോഷണം? എഴുന്നള്ളി. എന്താ പ്രശ്നം? വിഗ്രഹം പോയതറിഞ്ഞപ്പോ തന്നെ പോലീസ് സ്റ്റേഷനോട്ട് ഞാൻ വിളിച്ചു പറഞ്ഞു.
എന്നിട്ട് ഇപ്പോഴാ വരുന്നേ? താനൊക്കെ എവിടത്തെ പോലീസാണോ? അതെ, വിഗ്രഹം കളവ് പോയ കാര്യം ഇച്ചിരി നേരത്തെ വന്ന് പറഞ്ഞിരുന്നെങ്കിൽ ഞങ്ങൾ ഇന്നലെ വന്ന് നിന്നല്ലോ. അതെ, പോലീസുകാരെ കൂടുതൽ ഭരിക്കാൻ നിൽക്കല്ലേ. മാറിക്കോ, ഒരു പ്രാവശ്യം മാറിയാ മതി. ഞാനേ സെക്രട്ടറിയാ. ഞാൻ പ്രസിഡന്റാ. ആണോ? ഇന്ത്യൻ പ്രസിഡന്റ് ഒന്നും അല്ലല്ലോ, ഈ അമ്പല കമ്മിറ്റി പ്രസിഡന്റ് ആണെന്ന്. അയ്യോ, വേണ്ടപ്പെട്ട ആൾക്കാരല്ലേ. ഒരു വിഗ്രഹമോഷണമൊക്കെ നടക്കുമ്പോ നിങ്ങളെപ്പോലെ ഉള്ളവരോട് വന്ന് നിൽക്കുന്നത് ഞങ്ങൾക്ക് സന്തോഷമുള്ള കാര്യമാ. അതെ, നിങ്ങൾ രണ്ട് സാധാ പോലീസുകാരോട് കിടന്ന് തായം കളിക്കാതെ എവിടെ നിങ്ങളുടെ SI? അദ്ദേഹം പുതിയ കേസ് കെട്ടുകൾ കണ്ടുപിടിക്കാനുള്ള നെട്ടോട്ടത്തിലാണ്. പട്ടി എന്തിനാ എന്നെ മാത്രം ഇങ്ങനെ ഇട്ട് ഓടിക്കുന്നത്? അമ്മേ, ഈ ചാവാലിപ്പട്ടി കാരണം മനുഷ്യനെ എക്സർസൈസ് ചെയ്യാനും സമ്മതിക്കില്ലെന്ന് വെച്ച ആരെങ്കിലും വന്ന് ഈ പാവപ്പെട്ട പോലീസുകാരനെ പട്ടിയിൽ നിന്ന് രക്ഷപ്പെടുത്തണേ. കൂടെ ഉണ്ട്, ഇങ്ങോട്ടോടാ. എന്നെ മാത്രം ഈ പട്ടിയിട്ട് ഓടിക്കാൻ ഞാൻ എന്ത് തെറ്റ് ചെയ്താന്തോ? അമ്മേ, കടിക്കരുത്, കടിക്കരുതെന്ന്. പേടിക്കണ്ട, പട്ടി. പട്ടിയല്ല, മനുഷ്യടോ. അതല്ലാന്ന്, മതിലിനപ്പുറത്ത് പട്ടി. എന്നെ എപ്പോ കണ്ടാലും ഈ പട്ടി ഓടിക്കും. എന്തിനാന്ന് എനിക്കറിയില്ല. എനിക്ക് തോന്നുന്നു പൂർവ്വജന്മത്തിലെ എന്റെ ഭാര്യ ആയിരുന്നായിരിക്കും ആ പട്ടി. അല്ലെങ്കിൽ അത്രയും ശത്രുത എന്നോട് കാണിക്കില്ല. പോകട്ടി. മതിലിന് കേടൊന്നും വരുത്താതെ സാധിച്ചോളൂ. ഇതേതമ്പലം? കുട്ടമ്പിള്ളയൊക്കെ എന്തിനാ ഇവിടെ നിൽക്കുന്നത്? എന്താടോ ഇവിടെ ഒരു അയൽക്കൂട്ടം? അയൽക്കൂട്ടം അല്ല സാറേ, താൻ എന്തിനാടോ ഇവിടെ ആളെ കൂട്ടിയതെന്ന്? ഞങ്ങള് കൂട്ടിയല്ല സാറേ, ഇവിടെ ഇവര് തന്നെ കൂടിയതാ. എന്താ കാര്യം? സാറേ, ഇവിടുത്തെ വിഗ്രഹം എടുത്തോണ്ട് പോയി. എടുത്തോണ്ട് പോയെങ്കിൽ അതൊരു നല്ല ഭക്തനായിരിക്കും. ഇവിടെ വന്ന് പ്രാർത്ഥിച്ചത് പോരാഞ്ഞിട്ട് പാവം അത് എടുത്തുകൊണ്ട് വീട്ടിൽ കൊണ്ടുപോയി പ്രാർത്ഥിച്ചിട്ട് തിരിച്ചിങ്ങോട്ട് തന്നോളും. അതിനിവിടെ ഇങ്ങനെ കൂടി നിക്കണോ? എല്ലാരും പിരിഞ്ഞു പോണം. അതല്ല സാർ, ഇവിടത്തെ വിഗ്രഹം മോഷണം പോയിരിക്കുക. മോഷണം പോയെന്നോ? ഈശ്വര, എന്റെ സമാധാനം പോയോ? ഉടൻ തന്നെ ആ ഡോഗ് സ്ക്വാഡിനെ വിളിക്കണം. സാർ, ഡോഗ് സ്ക്വാഡ് വേണോ? സാറിന് ഡെയിലി ഓടിക്കുന്ന കൊടിച്ചപ്പട്ടി പോലെ എന്റെ മണയെ പിടിക്കൂ. കൂടാതെ ഫ്ലൈങ് സ്ക്വാഡും ബോംബ് സ്ക്വാഡും വിജിലൻസ് സ്ക്വാഡും പിന്നെ വിടലലാള സ്ക്വാഡും. വിടലാള. ഇത്രയും ആൾക്കാർ ഇവിടെ നിൽക്കുന്നല്ലേ, അങ്ങനെ പറയല്ലേ. ഞാൻ പറഞ്ഞുതരാം. ഞാൻ ആദ്യം പഠിച്ചോണ്ടോന്നല്ല സാറേ. അതല്ല ഞാൻ ഉദ്ദേശിച്ചത്. നമ്മൾ തന്നെ ഇങ്ങനെ വെച്ചിട്ട് ഇങ്ങനെ ആക്കുന്നതാണോ സാറേ? തമ്പാക്ക്. അതല്ല, എനിക്ക് അറിയാമായിരുന്നു. ഇങ്ങനെ വെച്ചിട്ട് ഫിംഗർ പ്രിന്റ്. ഫിംഗർ പ്രിന്റ്. ഒരു പോലീസുകാരനെ നീ ഇങ്ങോട്ട് പഠിപ്പിക്കാൻ വരണ്ട, എനിക്കറിയാതെ. ഫിംഗർ പ്രിന്റ്. അതിന്റെ സ്ക്വാഡിനെയും വരാൻ പറയൂ. എല്ലാവരെയും നിരത്തി നിർത്തി എനിക്ക് ചോദ്യങ്ങൾ ചോദിക്കണം. ഡ്രൈവർ, വണ്ടി എടുക്കൂ. സർ. ശ്രീകോവിൽ പൂട്ടി താക്കോൽ താങ്കളുടെ കയ്യിലിരിക്കവേ എങ്ങനെയാണ് കള്ളൻ അകത്ത് കയറി വിഗ്രഹം മോഷ്ടിച്ചത്? സത്യമായിട്ട് എനിക്കൊന്നും അറിയില്ല സാർ. സാർ എന്തായി കാണിക്കുന്നത്? അയാളൊരു പാവമാണ്. 10-12 വർഷമായിട്ട് ഇവിടുത്തെ പൂജാരിയാണ്. ഓഹോ, നമ്മളാരാണാവോ? ഞാൻ അമ്പല കമ്മിറ്റി പ്രസിഡന്റാണ്. അപ്പോ നിങ്ങളാണ് ഇതിന്റെയൊക്കെ സൂത്രധാരൻ. പറ, എവിടെയാണ് വിഗ്രഹം കുഴിച്ചിട്ടേക്കുന്നത്? കൃഷ്ണ ഭഗവാനെ, കുഴിച്ചിടുകയോ? നിങ്ങൾ എന്ത് വിവരക്കേടാണ് ഈ പറയുന്നത്? പിന്നെ വിഗ്രഹം എന്ത് ചെയ്തു? അതിനെ പുഴുങ്ങി തിന്നോ? എന്തു വന്നാലും ഈ പ്രേംലാൽ ഇവിടുത്തെ വിഗ്രഹം കണ്ടെടുത്തിട്ടേ പോകൂ. കുറച്ച് സഭ്യമായിട്ട് സംസാരിക്കുക. ഞാൻ 4 ആളറിയുന്ന ഒരു മാന്യനാണ്. എന്നാൽ ഈ 4 ആളറിയുന്ന മാന്യൻ ആ 4 വീലുള്ള ജീപ്പിലോട്ട് ഒന്ന് കയറിയാട്ടെ. എന്താ സാറേ, കള്ളനെ പിടിക്കുന്നതിന് പകരം പ്രസിഡന്റിനെ പൂജാരി അറസ്റ്റ് ചെയ്തിട്ടെന്താ കാര്യം? അപ്പൊ താനും ഈ കേസിൽ പ്രതിയാണ്. ഞാൻ പ്രതിയൊന്നുമല്ല, ഞാൻ ഇവിടുത്തെ സെക്രട്ടറിയാ. ഒബാമയുടെ സെക്രട്ടറി ഒന്നും അല്ലല്ലോ, അമ്പലത്തിന്റെ സെക്രട്ടറി അല്ലേ? തന്നെ ഇതിൽ പ്രതിയാക്കും. ഗൂഢാലോചന, സംഘം ചേരൽ, കൊള്ള മുതൽ പങ്കുവയ്ക്കൽ, പോലീസ് ഉദ്യോഗസ്ഥരെ ചോദ്യം ചെയ്യൽ. ഇനി കുറഞ്ഞത് 5-8 കൊല്ലം തനിക്ക് അകത്ത് കിടക്കാനുള്ള വകുപ്പ് ഞാൻ ഉണ്ടാക്കി തരാം. നടന്നോ?
ഞാൻ വരില്ല. നടക്കട അയ്യോ സോറി. നാട്ടുകാര് ദയവ് ചെയ്ത് ഞങ്ങളോട് സഹകരിക്കണം. നിങ്ങൾ എല്ലാവരെയും സ്റ്റേഷനിൽ കൊണ്ടുപോയി ചോദ്യം ചെയ്യണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട്. പക്ഷേ നിവർത്തിയില്ല. ഇന്ന് 3 പേരെ കൊണ്ടുപോയി ചോദ്യം ചെയ്യാനുള്ള സന്നാഹമേ പോലീസ് സ്റ്റേഷനിലുള്ളൂ. പ്ലീസ്, എന്റെ ക്രൂരവും പൈശാചികവുമായ ചോദ്യം ചെയ്യലിൽ ഈ 3 പേരെ കൊണ്ട് തന്നെ കുറ്റം തെളിയിക്കാൻ പറ്റും എന്നാണ് എന്റെ വിശ്വാസം. അതിനായി നാട്ടുകാരനോട് സഹകരിക്കണം. കണ്ടില്ലേ ഇന്റർനാഷണൽ സ്റ്റേഡിയം? ഇന്ന് നമുക്ക് ഇതിൽ കയറി 20-20 കളിക്കണം. നടക്കണോ? ഇത് പണ്ടാരാണ്ട് കൊച്ചിയിൽ കോണാൻ മേടിക്കാൻ പോയ കഥ പോലെ നമ്മുടെ പോക്ക്. എടാ എവിടെയായിരുന്നു സാറന്മാര്? കാശും കൊണ്ടുപോയ പാണ്ടികളെ തപ്പി അടക്കായിരുന്നു. ഇവിടെ നടന്ന പുകില് വല്ലതും അറിഞ്ഞോ? എന്ത് പുകില്? നമ്മുടെ ക്ഷേത്രത്തിലെ കൃഷ്ണവിഗ്രഹം ഇന്നലെ ആരോ അടിച്ചോണ്ട് പോയി. കോടികൾ വിലയുള്ള വിഗ്രഹമാണെന്ന് ഞാൻ ഇന്ന് അറിഞ്ഞു. ഒറ്റയ്ക്ക് ആ എസ്ഐയുടെ മുമ്പിലൊന്നും ചെന്ന് പെട്ടേക്കല്ലേ. അമ്പലമുറ്റത്തൊരു നിരത്ത് കഴിഞ്ഞാൽ ഇപ്പൊ പോയേ ഉള്ളൂ. ആ ചിന്നക്കുറുപ്പിനെയും പെണ്ണിനെയും പൊക്കാൻ പോയെന്നാ കേട്ടത്. നിങ്ങൾ സൂക്ഷിച്ചോ. എന്തിന്? നിങ്ങളെല്ലാവരും പാർട്ട്നേഴ്സ് അല്ലേ? ഞാൻ പറയാനുള്ളത് പറഞ്ഞു. ഓക്കെ ബൈ. തീർന്നോ? വെളിയിൽ കിടന്ന വയറ് മൊത്തം ഞാൻ കടിച്ചു പൊട്ടിച്ചു. ഇനി എഞ്ചിനകത്ത് വല്ല ഉണ്ടെങ്കിൽ അതും കൂടെ കടിച്ചു പൊട്ടിക്കാം. എന്തിനാ സാറേ ഇതിന് മാത്രം വയറ് വണ്ടിക്ക്? ഒരുമാതിരി ചെലന്തി വല കൂട്ടിയ പോലെ. താനിത് നന്നാക്കുകയാണോ അതോ നശിപ്പിക്കുകയാണോ? അതെ, എനിക്ക് പെട്ടെന്ന് പ്രതിയെ പിടിച്ചോണ്ട് വരാനുള്ളതാ. ഓ പിന്നെ എന്ന് പറഞ്ഞ പ്രതി ആൽത്തറയിലെ വന്നിരിക്കുവല്ലേ, ഇന്നാ വിലങ്ങ് വെച്ചോന്നും പറഞ്ഞ്. ഒന്ന് പോ സാറേ വാചപടി. എന്താടോ തനിക്കൊരു പുച്ഛം? എന്റെ ഔദ്യോഗിക ജീവിതത്തിൽ ഞാൻ അന്വേഷിച്ചതിൽ വെറും 3 കേസ് മാത്രമേ പരാജയപ്പെട്ടിട്ടുള്ളൂ. അതിന് സാർ എത്ര കേസ് അന്വേഷിച്ചു? 3. അവിടെ എന്താ നടക്കുന്ന അറിയോ? ഇല്ല. വിഗ്രഹമോഷമായിട്ട് ബന്ധപ്പെട്ട അമ്പല കമ്മിറ്റി പ്രസിഡന്റ് മുഖ്യമന്ത്രിക്ക് പരാതി കൊടുക്കാൻ നാട്ടുകാർ ഓപ്പറേഷൻ നടത്തുകയാണ്. ഈ പരാതിമേൽ സാറിനെ പറ്റി നല്ല ഭൂഷീത പറഞ്ഞിരിക്കുന്ന കേൾക്കുന്നത്. പറയും. അമ്പല കമ്മിറ്റിക്കാർക്ക് എന്റെ മഹത്വം കറക്റ്റ് ആയിട്ട് അറിയാം. അതാ ഈ പ്രേംലാൽ. ഓക്കെ, ജസ്റ്റ് അവിടെ നിന്ന് പോയിട്ട് വരട്ടെ. എന്റെ പണി എപ്പോഴേ കഴിഞ്ഞു. ഇനി ഒരു നല്ല വർക്ക്ഷോപ്പുകാരനെ വിളിച്ച് കാണിക്കാം. കാര്യങ്ങളൊക്കെ വായിച്ച് ബോധ്യപ്പെട്ടില്ലേ? ഇനി ഐശ്വര്യമായിട്ട് അവിടെ ഒപ്പിട്ടോ. ഇപ്പോഴെങ്കിലും പ്രസിഡന്റ് ഒരു നല്ല കാര്യം ചെയ്തല്ലോ, അത് മതി. എന്നെ പറ്റി പുകഴ്ത്തി എഴുതിയ കാര്യമല്ലേ, ഞാനൊന്ന് വായിച്ചു നോക്കട്ടെ. അത് വേണ്ട. വേണം. ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി അവർക്ക് കൊള്ളഞ്ചേരി നിവാസികളുടെ അപേക്ഷ. ഞങ്ങളുടെ ക്ഷേത്രത്തിലെ വിഗ്രഹം മോഷണം പോയ കാര്യം അങ്ങ് അറിഞ്ഞിരിക്കുമല്ലോ. നന്നായിട്ടുണ്ട്. അതേ തുടർന്ന് നിരവധി അനർത്ഥങ്ങൾ ഈ നാട്ടിൽ സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. ആണല്ലേ? ഞങ്ങളുടെ എസ്ഐ നിർഗുണനും ധൈര്യം ലെവലേശമില്ലാത്ത ആളും സർവോപരി മണ്ടനുമാണെന്ന് അറിയിച്ചുകൊള്ളാം. ആയതിനാൽ വിഗ്രഹം കണ്ടെത്താൻ ഒരു പുതിയ എസ്ഐയെ നിയമിച്ച് ഈ നാടിനെ രക്ഷിക്കണമെന്ന് താഴ്മയായി അപേക്ഷിച്ചുകൊള്ളുന്നു എന്ന് നാട്ടുകാരായ വിശ്വാസികൾ. ഞാൻ പ്രതിയെ പിടിക്കുമെന്ന് ഉറപ്പായപ്പോൾ നിങ്ങൾ കേസ് വഴിതെറ്റിച്ചു വിടുകയാണല്ലേ? ഈ നാട്ടിൽ എന്ത് അനർത്ഥമുണ്ടായെന്നാണ് നിങ്ങൾ പറയുന്നത്? കേശവൻ നായരുടെ 2 പശുക്കൾ റബ്ബർ തോട്ടത്തിൽ കയറി ഉരുണ്ട് പെരണ്ട് വീണ് ചത്തില്ലേ? അത് അനർത്ഥമല്ലേ? ഈടോ റബ്ബറിന്റെ ഇലയും പാലും കുടിച്ചാൽ ഏത് പശു ഉരുണ്ടടിച്ച് വീണ് ചാകും? സംശയം ഉണ്ടെങ്കിൽ താൻ എടുത്ത് കുടിച്ചു നോക്ക് റബ്ബറിന്റെ പാല്, താനും ചാകും. അത് അനർത്ഥമല്ല. അപ്പൊ ലൈമാൻ തങ്കപ്പൻ പോസ്റ്റിന് താഴെ വീണതോ? ഈടോ കള്ളും കുടിച്ചോണ്ട് പോസ്റ്റിക്കാർ കൈവിട്ട് താഴെ വീണാൽ പോസ്റ്റർ ആകും. അതും അനർത്ഥമല്ല. എന്നാ പിന്നെ നമ്മുടെ പ്രസിഡന്റിന്റെ മോളെ കറവക്കാരൻ അണ്ണാച്ചി അടിച്ചോണ്ട് പോയതോ? അതനർത്ഥമല്ലേ? അതനർത്ഥമാണ്. പ്രസിഡന്റിന്റെ മകളെ അടിച്ചോണ്ട് പോയ കറവക്കാർ അണ്ണാച്ചിക്ക് തികച്ചും അതനർത്ഥമാണ്. അതൊക്കെ അവിടെ നിൽക്കട്ടെ. ഈ പെറ്റീഷൻ തയ്യാറാക്കിയത് ആരാണെന്ന് പറഞ്ഞില്ല എങ്കിൽ നിങ്ങൾക്ക് ഇവിടെ ഒരു അനർത്ഥം കാണേണ്ടി വരും. സാറ് പറഞ്ഞതുപോലെ ഇതും അനർത്ഥം അല്ലായിരിക്കും അല്ലേ? വാ നമുക്ക് പോവാം. കൃഷ്ണ ഗുരുവായൂരപ്പ കാത്തുരക്ഷിക്കാം. എടുത്തിട്ട് പോടോ ആ തേങ്ങാക്കൊല. അല്ല പ്രസിഡന്റ്, ഭഗവാൻ ഇല്ലാതെ എത്ര കാലം അമ്പലം പൂട്ടിയിടാൻ നിങ്ങളുടെ ഉദ്ദേശം? തിരുമേനിയുടെ ചൊറിയുന്ന വർത്താനം കേട്ട നഴ്സുമാർ ആശുപത്രി പൂട്ടിച്ച പോലെ ഞാൻ ഏതായാലും സമരം ചെയ്ത് അമ്പലം പൂട്ടിച്ചാണെന്ന് തോന്നൂലോ? പ്രസിഡന്റിനോട് സെക്രട്ടറിയോടും എനിക്കൊരു കാര്യം പറയാനുള്ളൂ. ഭഗവാൻ ഇല്ലെങ്കിൽ അമ്പലം ഇല്ല, അമ്പലം ഇല്ലെങ്കിൽ അമ്പല കമ്മിറ്റി ഇല്ല, അമ്പല കമ്മിറ്റി ഇല്ലെങ്കിൽ പ്രസിഡന്റ് ഇല്ല, സെക്രട്ടറി ഇല്ല. അത് ഞങ്ങൾക്ക് അറിയാവുന്ന കൊണ്ടല്ലേ മുഖ്യമന്ത്രിക്ക് നിവേദനം അയച്ചത്. പോലീസിനെ കൊണ്ട് ഈ കേസ് തെളിയിക്കാൻ പറ്റുമെന്ന് എനിക്ക് തോന്നണില്ല. എന്നാ കുഞ്ഞിരാമനോട് തെളിയിക്കാം. പോലീസിന്റെ കഴിവിനെ കുറ്റം പറയുന്നവർ ഒരു കാര്യം മനസ്സിലാക്കുക, ഈ വിഗ്രഹം മോഷണം പോയേ പിന്നെ എനിക്കും സെക്രട്ടറിക്കും ഒന്നും നേരാവണ്ണം മൂത്രമൊഴിക്കാൻ പോലും പറ്റിയിട്ടില്ല. ഇല്ലേ സെക്രട്ടറി? ഞാൻ മൂത്രമൊഴിച്ചല്ലോ. അതിവിടെ പറയണ്ട. സംശയം ഉണ്ടെങ്കിൽ ഈ പൂജാരിയോട് ചോദിക്കാം. വിഗ്രഹം എവിടെയാണെന്ന് കണ്ടെത്താൻ പറ്റിയ ഒരാളെ എനിക്കറിയാം. ഒരു സ്വാമിയാണ്, സ്വാമി സദാനന്ദ ഭൂപതി. ഇതുപോലെ പല കേസുകളും സ്വാമി തെളിയിച്ചിട്ടുണ്ട്. സ്വാമി പണ്ട് CBI-യിലായിരുന്നിരിക്കും. നിങ്ങൾക്കൊന്നും വേറെ പണിയില്ല കേസ് തെളിയിക്കാൻ. സ്വാമി
അങ്ങനെ പുച്ഛിക്കാൻ പറ്റ സെക്രട്ടറി നേരിട്ട് അനുഭവം ഉള്ളതുകൊണ്ടാ പറയണത്. സ്വാമി ഇപ്പൊ തലശ്ശേരി ഭാഗത്തുണ്ട്, അവിടെ ചെന്നൊന്ന് അന്വേഷിച്ച് നോക്ക്. എന്നാൽ നമുക്ക് സ്വാമിയെ വരുത്താം. എത്ര വന്നാലും ഒരു സ്വാമിയല്ലേ, അതിന്റെ പുണ്യം നാടിനുണ്ടാവും. എന്നാ വൈകണ്ട, സ്വാമിയെ ഞാൻ തന്നെ പോയി കൊണ്ടുവരാം. അയ്യടാ, അതിന് വെച്ച വെള്ളം അങ്ങ് വാങ്ങി വെച്ചാ മതി. പോകാനും വരാനും ഒക്കെ അല്ലേ ഞങ്ങളിവിടെ ഉള്ളത്. നിങ്ങളൊക്കെ പിരിവ് കൃത്യമായിട്ട് കൊണ്ട് തന്നോണ്ടിരിക്കുക. പിന്നെ ഈ തലശ്ശേരി ഭാഗത്തേക്ക് ഞാൻ വെടിപ്പായിട്ടൊന്നും പോയിട്ടില്ല. ഒരു AC കാർ തന്നെ വിളിച്ചോ, ആഘോഷം ആയിക്കോട്ടെ. ഇരുന്നാ നോവരുത്, അത്രേ ഉള്ളൂ. ഓം ഗംഗണപതായേ നമഃ. ഈ ക്ഷേത്രത്തിൽ നിന്നും കളവ് പോയ വിഗ്രഹം എനിക്ക് തന്നെ കണ്ടെത്താൻ സാധിക്കണമേ. എന്നെ ഈ കേസിൽ നിന്നും മാറ്റാൻ മറ്റാരും ശ്രമിക്കണ്ട. എനിക്ക് തന്നെ വിഗ്രഹം കണ്ടെത്താൻ സാധിക്കണമേ. കാത്തോളിനെ ഗണപതി ഭഗവാനേ. സ്വാമിയേ, ഞാൻ അടിച്ചു പൊട്ടിച്ച തേങ്ങ തേങ്ങക്കൊക്കെ എന്ത് വിലയാണെന്ന് അറിയോ? വീട്ടിൽ ചമ്മന്തി അരയ്ക്കാൻ പറ്റിരുന്ന തേങ്ങയാണ്. നാണോ അല്ലാതെ വന്ന് നുള്ളി പറക്കണ കണ്ടില്ലേ? അതെ, നിങ്ങൾ എന്നെ മാറ്റാൻ മുഖ്യമന്ത്രിക്കല്ലേ നിവേദനം കൊടുത്തിട്ടുള്ളൂ. ഞാൻ ഗണപതി ഭഗവാനാണ് നിവേദനം കൊടുത്തിരിക്കുന്നത്. ആര് ജയിക്കുമെന്ന് കാണാം. ചവിട്ടിയെടുത്ത് വണ്ടി നിന്നു. അണ്ണാച്ചിങ് ഗ്രൂപ്പ് ഈ ടെന്റിനകത്തുണ്ടാവും. പോയി ആക്രമിച്ച് കീഴ്പ്പെടുത്തിക്കോ. സാർ സാർ അങ്ങോട്ടല്ല, ഇങ്ങോട്ട് വാ. എവിടെയാ പാട്ടി വിഗ്രഹം? കൈ തരിക്കുന്നു. അയ്യോ അണ്ണാച്ചി, ഞങ്ങൾ ഒന്നും ചെയ്യല്ലേ അണ്ണാച്ചി. മുല്ലപ്പറിയാറിന്റെ വൈരാഗ്യം ഇവിടെ തീർക്കല്ലേ അണ്ണാച്ചി. കടവുൾ മാതിരി തന്നെ. വെടിവെച്ച് പോകരുത്, അനങ്ങിക്കളയും. അനങ്ങിപ്പോകരുത്, വെടിവെച്ച് കളയും. വേണ്ട സാർ, വേണ്ട സാർ. ഇനി ഞങ്ങളെ ഇവിടെ അടിക്കാൻ മുടിയാന്ന് സൊല്ലു സാർ. ഇയാൾ അനങ്ങില്ലല്ലോ. ഞാൻ ചോദിക്കുന്ന ചോദ്യത്തിന് കറക്റ്റ് ആയിട്ട് മറുപടി പറയണം. കൊള്ളഞ്ചേരി ക്ഷേത്രത്തിലെ വിഗ്രഹം മോഷണം പോയ അന്നേ ദിവസം തന്നെ നീയും കൂട്ടരും അവിടുന്ന് മുങ്ങി ഇവിടെ വന്ന് ടെന്റ് അടിച്ചു. പറ, ഇതിൽ നിന്ന് ഞാൻ എന്ത് മനസ്സിലാക്കണം? എനിക്ക് தெரியாதயா. നിന്നെ ഞങ്ങൾ തിരിച്ചോളാം, നീ തിരിയണ്ട. പറയടാ, ആരാടാ ഈ മുനിയപ്പ? സ്പോൺസർ സാർ. ഇപ്പൊ പിച്ചക്കാർക്കും തെണ്ടികൾക്ക് വരെ സ്പോൺസർമാരോ? കേട്ടുകളയും ഞാൻ. സാർ, പണ്ടത്തെ പോലെയല്ല, ഇവന്മാർക്ക് ഇപ്പൊ യൂണിയനൊക്കെ ഉള്ളതാണ്. സൂക്ഷിച്ചില്ലെങ്കിൽ അടി പാർസലായിട്ട് വീട്ടിലേക്ക് വരും. എന്നാൽ പിന്നെ ഇവിടെ വെച്ചുള്ള ചോദ്യം ചെയ്യൽ വേണ്ട. എല്ലാത്തിനും പറക്കി വണ്ടിയിലോട്ട് ഇറോ, സ്റ്റേഷനിലേക്ക് കൊണ്ടുപോവാ. അപ്പോന് IAS സെലക്ഷൻ കിട്ടി. ഇന്നത്തെ പത്രത്തിലുണ്ട്, ഫോട്ടോയുണ്ടെന്നാ. ഒന്നിനൊന്നൊന്നും പറഞ്ഞ് കെട്ടിക്കാറായി നിക്ക. ഒന്നിനെങ്കിലും കെട്ടിക്കാനുള്ള കാശുണ്ടാക്കാൻ ശിവനെ കൊണ്ടായിട്ടുണ്ടോ? നാട്ടുകാരൊക്കെ ചോദിക്കുക അപ്പൂന് എവിടുന്ന ഈ കാശെന്ന്. എനിക്കും അതറിയണം. വല്ല പാപം ചെയ്തിട്ടാണ് ഈ പണം ഉണ്ടാക്കിയതെങ്കിൽ ഭഗവാന്റെ ശിക്ഷ പുറകെ വരും, അത് മറക്കണ്ട. അമ്മൊന്നും ഉണ്ടായിരുന്നേ. ഇങ്ങോട്ട് വന്നു. അമ്മയുടെ മുന്നിൽ വെച്ച് ഞങ്ങൾ ചോദിക്കാതിരുന്ന അച്ഛന്റെ ഓപ്പറേഷൻ നടക്കുന്ന നിനക്ക് എവിടെ ഇത്രയും കാശ്? അത് എന്റെ ഒരു ഫ്രണ്ട് തന്നതാ. ഏത് ഫ്രണ്ട്? എന്റെ എല്ലാ ഫ്രണ്ട്സിനെയും നിങ്ങൾ അറിയോ? എനിക്ക് ഒരുപാട് ഫ്രണ്ട്സ് ഉണ്ട്. അതിൽ നിങ്ങൾ അതിൽ രണ്ടുപേര്, അത്രയല്ലേ ഉള്ളൂ. ഓർമ്മ വെച്ച കാലം തൊട്ട് നമ്മൾ കൂട്ടുകാരാണ്. ഞങ്ങൾ അറിയാത്തൊന്നും എന്റെ ജീവിതത്തിലും നീ അറിയാത്തൊന്നും ഞങ്ങളുടെ ജീവിതത്തിലും ഉണ്ടായിട്ടില്ല. അതാണ് ഞങ്ങളുടെ വിശ്വാസം. പക്ഷേ ഇപ്പൊ നീ ഞങ്ങളിൽ നിന്ന് എന്തോ ഒളിക്കുന്നുണ്ട്. വേണ്ട, ഒന്നും പറയണ്ട. കൊറേ നേരമായി നിന്നെ ഞങ്ങൾ ശ്രദ്ധിക്കാൻ തുടങ്ങിയിട്ട്. പണം വാങ്ങാൻ വേണ്ടി ചിന്നക്കറപ്പിന്റെ അടുത്ത് പോകുമ്പോ നിന്റെ അടുത്തൊരു 10 പൈസയിൽ നിന്ന് ഞങ്ങൾക്ക് രണ്ടുപേർക്കും അറിയാം. സത്യം പറ, ഒറ്റ രാത്രി കൊണ്ട് നിനക്ക് എവിടെ നിന്ന്? ഞാൻ പറയുന്നു. അപ്പു, ഒരൊറ്റ രാത്രി കൊണ്ട് നിന്റെ ജീവിതത്തിൽ എന്ത് അനുഭവം സംഭവിച്ച ഞങ്ങൾക്ക് അറിയില്ല. തുറന്നു പറഞ്ഞാൽ എന്ത് പ്രശ്നം ഉണ്ടെങ്കിലും മരണം വരെ ഞങ്ങൾ കൂടെ നിൽക്കും. വേണ്ട, നിർബന്ധിക്കണ്ട. നിക്കണ, ഞാൻ പറയാം. എന്തേ പാതിരാത്രിയില് എന്ത് പറ്റി? വാ, അകത്തേക്ക് വാ.
എന്തത് വിഗ്രഹം? ഇത് നമ്മുടെ അമ്പലത്തിലെ കൃഷ്ണവിഗ്രഹമല്ലേ? താൻ എന്ത് പണിയാ കാണിച്ച അപ്പുകുട്ട? എടോ, താൻ ശ്രീകോവില് കുത്തി തുറക്കുന്ന ആരെങ്കിലും കണ്ടോ? എന്ത് പണിയാ കാണിച്ച എന്റെ അപ്പുകുട്ട? ഓപ്പറേഷന് വേണ്ടി അച്ഛനെ രക്ഷിക്കണം, അതിനെനിക്ക് പണം വേണം മുതലാളി. തന്റെ അച്ഛനെ ചികിത്സിക്കാൻ എത്ര രൂപ വേണ്ടി വരും? ഒരു 4-5 ലക്ഷം രൂപയെങ്കിലും വേണ്ടി വരും. 4-5 ലക്ഷം രൂപ ഒന്നും കിട്ടില്ല. കൂടി വന്നാൽ പുരാവസ്ഥ ആയതുകൊണ്ട് ഒരു 50,000 രൂപ കിട്ടും. പിന്നെ തന്റെ അച്ഛന്റെ കാര്യമായതുകൊണ്ട് ഒരു 1 ലക്ഷം രൂപ തികച്ചു തരാം. ഞാനിത് തരില്ല മുതലാളി, ഞാനിത് മറ്റാർക്കെങ്കിലും വിറ്റോളാം. 1 ലക്ഷം കൊണ്ട് ഒന്നിനും ആവില്ല മുതലാളി. എടാ അപ്പുകുട്ട, വേണ്ട മുതലാളി, ഞാൻ പറയുന്നത് ഉറക്കം പോയത് വെറുതെ. അപ്പുകുട്ട, എടാ മോനെ, ഇത് ഞാനാ SS നായര്. നീ വാതിൽ തുറക്കടാ. ഇതില് 2 ലക്ഷം രൂപയുണ്ട്. നീ ആ വിഗ്രഹം എടുത്ത് എന്തെങ്കിലും ആവട്ടെ. 2 ലക്ഷം മതിയാവില്ല മുതലാളി. ഞാൻ പറഞ്ഞില്ലേ 5 ലക്ഷം വേണമെന്ന്. എങ്കിലും അച്ഛന്റെ ഓപ്പറേഷൻ നടത്താൻ പറ്റൂ. അപ്പൊ ഞാൻ പറഞ്ഞാ നീ അനുസരിക്കില്ല അല്ലേ? ഞാൻ പോലീസ് അപ്പോ നീ അത് ചെയ്യരുതായിരുന്നു. ആരെങ്കിലും അറിഞ്ഞാ? എടാ, നിനക്ക് IAS സെലക്ഷൻ കിട്ടിയിരിക്കുവല്ലേ, അതെങ്കിലും ഓർക്കണ്ടായിരുന്നു. ഇല്ല, ഒന്നും ഞാൻ ഓർത്തില്ല. ഒരു ആയുസ് മുഴുവൻ എനിക്ക് വേണ്ടി ജീവിച്ച എന്റെ അച്ഛനെ കൊല്ലാൻ എനിക്ക് പറ്റില്ല. അതിന് ഈ ജോലിയും സ്ഥാനവും മാനവും ഒന്നും എനിക്ക് പ്രശ്നമല്ല. എന്തായാലും നീ ആ വിഗ്രഹം വിറ്റില്ലല്ലോ, അതന്നെ വലിയ ആശ്വാസം. കഴിഞ്ഞത് കഴിഞ്ഞു. ഇനി നമ്മൾ അതിനെക്കുറിച്ച് ആലോചിച്ചിട്ട് കാര്യമില്ല. ഇതിന് എന്തെങ്കിലും ഒരു പരിഹാരം കാണണം, പെട്ടെന്ന് വേണം. സ്വാമിയെ കാണുന്നില്ല പ്രസിഡന്റ്. സ്വാമി തലശ്ശേരിന്ന് പുറപ്പെട്ടിട്ട് ഇത്തിരി നേരായി. വന്നേക്കും. വരും, വരാതിരിക്കില്ല എന്ന് തന്നെയല്ലേ പറഞ്ഞത്. പിന്നെ സർവേശ്വരാണാം ദീക്ഷണേസ്തി നിത്യം സാന്നിധ്യമസ്മാദീക്ഷണേ അനുകൂലേ പ്രായോനുകൂല സകലസ്തദേവാസ്തൽപ്രാതികൂല്യേ സതിനാനുകൂല പൂർവകർമ്മഫലം ഭോക്തും ജന്തോ യതിക ജീവനം ആയുസ്തൽ കർമ്മശക്യാസ്യ ദീർഘമധ്യാൽപതാധികം പൂർവജന്മാർജിതം കർമ്മ ശുഭം വാ യദി വാ ശുഭം തസ്യ ഭക്തിം ഗ്രഹ സർവേ സൂചയന്തീഹ ജന്മനേ. മൂർത്തിത്വേ പരികൽപിത ശശഭൃതോ വത്മ പുനർജന്മന മാദേന്യത്യാത്മവിഭാം ക്രതുശ്ച യജത ഭർത്താമര ജ്യോതിഷ ലോകനാം പ്രളയോ ഭയസ്ഥിതി വിഭുശ്ചാനേകത യ ശ്രുതേത ത്രൈലോക്യ ദീപോരഹ.
ആ കള്ളം ഭൂതിയുടെ ഒരു കള്ള ലക്ഷണം കണ്ടോ? അതെ സാർ. എന്താ അയാളുടെ വിചാരം? 4 കവടി നിരത്തി വെച്ച കള്ളന്മാരൊക്കെ ചെന്ന് അയാളുടെ കാല് പിടിക്കുമെന്ന. സാർ അയാൾ അത്ര നിസ്സാരനാക്കണ്ട. കുറച്ചു നേരം കൊണ്ട് ഈ നാട്ടുകാരെ മൊത്തം കയ്യിലെടുത്ത വിദ്വാനാങ്ങേരെ കണ്ട. എന്തെല്ലാം അത്ഭുതങ്ങളാ. എന്താ അല്ല അയാൾ കാല് കൂടുന്നേ. ധനുരാശി ആരൂഢമാകയാൽ പ്രശ്നാരൂഢത്തിൽ വ്യാഴത്തിന്റെ സാന്നിധ്യമുള്ളതുകൊണ്ട് ദൈവാധീനമുണ്ട്. ലഗ്നേ രാഹുയുധേ ചോരരിപു പീഡാം. ലഗ്നാധിപൻ 10ാം ഭാവത്തിലുള്ളത് ഉച്ചബലവാനെങ്കിലും ഗുളികാംശക സ്ഥിതി കൊണ്ട് പൂജാവിഗ്രഹം നഷ്ടപ്പെട്ടതായി കാണും. ശിവ, ഇയാളുടെ ഭാവം മട്ടോ കണ്ടിട്ട് ഇയാൾ കുഴപ്പക്കാരനാണെന്ന് തോന്നുന്നത്. 2 പ്രാവശ്യം ഇയാൾ കണ്ണു തുറന്നപ്പോഴും ഇന്നത്തെ നട നോക്കി. അത് നിനക്ക് തോന്നിയതാ? തോന്നിയൊന്നുമല്ല, ഒരാൾ സൂക്ഷിച്ചു നോക്കുന്നുണ്ട്. എനിക്കറിഞ്ഞൂടെ. എന്റെ ഭഗവാനെ. സ്വാമി, എവിടെയാ വിഗ്രഹം ഉള്ളത്? ആരാമസേന ഗ്രഹയുദ്ധഭൂമി എന്ന പ്രമാണമുള്ളതിനാലും സേനാഗ്രഹസ്ഥാന സമീപദേശേ ചയോന്മുഖ ഗ്രഹസ്വരൂപേ ഇത്യാദി പ്രമാണവശാലും സൈനിക സ്ഥാനത്തിന്റെയോ പോലീസ് സ്റ്റേഷൻ മുതലായ സ്ഥലങ്ങളുടെ സമീപത്തുള്ള ഒരു ശയിച്ച വീട്ടിൽ മോഷണ വസ്തുവായ വിഗ്രഹം അതിന്റെ പൂർണ്ണ രൂപത്തിലുണ്ടാവും. സ്വാമി, മോഷ്ടാക്കളെ കുറിച്ച് എന്തെങ്കിലും വിവരങ്ങൾ? ദുർനിമിത്തങ്ങൾ ഇവിടെ പലതും ഉണ്ടായിട്ടുണ്ട്. വർഷങ്ങൾക്ക് മുമ്പ് ഇവിടെ നിന്നും മോഷ്ടിക്കപ്പെട്ട ഭഗവാന്റെ ഓടക്കുഴൽ സ്വാധീന ശക്തികളാൽ വിസ്മൃതിയിലാക്കിയില്ലേ? ഇയാളാളൊരു ജഗ കില്ലാടി തന്നെ. പിന്നെ കേട്ടിട്ടില്ലേ, കടിച്ച പാമ്പിനെ കൊണ്ട് തന്നെ തിരിച്ചു കടിപ്പിച്ച് വിഷയർപ്പിക്കുന്ന ആളാ. സാറേ കേട്ടില്ലേ ആ വിക്രമൻ നായർ? എടോ, എല്ലാം എനിക്കറിയാം. ഈ വിക്രമൻ നായരെ കേസ് അന്വേഷിച്ച് പിടിക്കും പിടിച്ചില്ല എന്ന കട്ടെത്തിയപ്പോൾ രാഷ്ട്രീയക്കാരെ ഇടപെട്ട് എന്നെ മാറ്റിയതല്ലേ. ഒരു കാര്യം ചെയ്, അയാൾ പറയുന്നതെല്ലാം ഒന്ന് നോട്ട് ചെയ്ത് വെച്ചു. ചിലപ്പോ ഈ ഭൂപതി വേഷം കെട്ടി വന്നത് ഈ കേസിന്റെ ഗതി തിരിച്ചുവിടാനായിരിക്കും. ചിന്തിക്കേണ്ട കാര്യം. ഇനി അടുത്ത് നമ്മളെ കുറിച്ചായിരിക്കും പറയുന്നത്. ഭഗവാനെ വിളിച്ച് കരഞ്ഞു പ്രാർത്ഥിച്ചോടാ, വേറെ വഴിയൊന്നുമില്ല. അതിന് ഭഗവാൻ ഇവന്റെ വീട്ടിലിരിക്കണത്, നമുക്ക് അവിടെ പോയി പ്രാർത്ഥിക്കാം. അപവാദം പറഞ്ഞു വരുത്തി ആത്മഹത്യാ പ്രേരണ നടത്തി അമ്പലക്കുളത്തിൽ ചാടി മരിച്ച ദേവയാനിയുടെയും ഉത്തരത്തിൽ തൂങ്ങി മരിച്ച ഉണ്ണി നമ്പൂതിരിയുടെയും ഗതി കിട്ടാത്ത ആത്മാക്കൾക്ക് മോക്ഷം കിട്ടാൻ ഇനിയും ഇവിടെ ബലിതർപ്പണങ്ങൾ നടത്തേണ്ടതുണ്ട്. ഇവിടെ പ്രച്ഛന്ന വേഷധാരികളായ പോലീസുകാരുണ്ട്. മാർക്ക് ലിസ്റ്റ് തിരുത്തി സർക്കാർ ഉദ്യോഗത്തിൽ കയറിപ്പറ്റിയ നിയമപാലകരുമുണ്ട്. സാർ, അയാൾ പറഞ്ഞു കേട്ടില്ലേ, മാർക്ക് ലിസ്റ്റ് തിരുത്തി ഡിഗ്രി എടുത്ത പല കള്ളന്മാരെ അയാളുടെ കൂട്ടത്തിലുണ്ടെന്ന്. ഈശ്വര, പറഞ്ഞ പോലെ ഇയാള് സിദ്ധൻ തന്നെയാണോ? ഭഗവാനെ രക്ഷിക്കണേ. ഈ പാപമെല്ലാം നിങ്ങൾ എവിടെ കൊണ്ട് കഴുകിക്കളയും? അമ്പലവും പരിസരവും ശുദ്ധികലശം നടത്തേണ്ടിയിരിക്കുന്നു. ഈ ദുർനിമിത്തങ്ങൾക്കും വിഘ്നങ്ങൾക്കും ശാപങ്ങൾക്കും ഞങ്ങൾ എന്ത് പരിഹാരം ചെയ്യണം സ്വാമി? പരിഹാരമുണ്ട്, പക്ഷേ നിജസ്ഥിതിയാണ് എന്റെ ലക്ഷ്യം. കൃഷ്ണ, അതാ ഭഗവാൻ നമ്മെ നോക്കി അനുഗ്രഹിക്കുന്നു. അവിടെ ഒരാൾ ബന്ധനസ്ഥനാക്കപ്പെട്ടിരിക്കുന്നു. അയാളുടെ ധനം ഒരു സൽക്കർമ്മത്തിനായി ഉപയോഗപ്പെടുത്തിയിരിക്കുന്നു. എല്ലാം ഭഗവാന്റെ ലീലാവിലാസം. തൽക്കാലം ഞാനിവിടെ നിന്ന് മാറി നിൽക്കുന്നതാ നല്ലത്. എന്നാലും മോഷ്ടാക്കളെ കുറിച്ചൊന്നും പറഞ്ഞില്ല. അതെ, അത് പറയാ. ഭഗവാനെ, മോഷ്ടിച്ചവരും സഹായിച്ചവരും ഒരേപോലെ കുറ്റക്കാർ. ത്രിമൂർത്തികൾ.
കൈകൂപ്പി വണങ്ങാൻ എനിക്കാവുന്നില്ലല്ലോ കണ്ണ. എനിക്കൊരു തെറ്റ് പറ്റിപ്പോയി. സമസ്ത അപരാധങ്ങളും പുറത്ത് എന്നെ രക്ഷിക്കണം. സ്വാമി, എന്താ എന്താ താങ്കൾക്ക് വേണ്ടത്? ക്ഷമിക്കണം സ്വാമി, അടിയൻ അന്നൊരു ബുദ്ധിമോശം സംഭവിച്ചു പോയി. എവിടെ നിന്നോ വന്നൊരു ഏപ്യൻ കണിയാൻ എന്നെ ഒരു കെണിയിൽ പെടുത്തിയതായിരുന്നു സ്വാമി. മനഃപൂർവ്വം ഞാൻ എടുത്തതല്ല സ്വാമി. എല്ലാം നാം അറിയുന്നു. പക്ഷേ ഒന്ന് മനസ്സിലാക്കുക, വേഷം കിട്ടുന്നവരെല്ലാം യോഗികളാകണമെന്നില്ല. ഗണിച്ചു പറയുന്നവരെല്ലാം ജ്യോത്സ്യന്മാരുമല്ല. അനുഭവം നമ്മെ വല്ലാണ്ട് പഠിപ്പിച്ചു സ്വാമി. ഇത്തരം കപടന്മാരാണ് നമ്മുടെ സമൂഹ മനസാക്ഷിയിൽ മാറാവ്യാധികളുടെ വിത്തുകൾ വിതയ്ക്കുന്നത്. നാം ഓരോരുത്തരും അത്തരക്കാരെ തിരിച്ചറിയാനുള്ള സ്വയം കഴിവ് വളർത്തിയെടുക്കണം. കേട്ടതെല്ലാം കാര്യങ്ങളല്ല, കണ്ടതെല്ലാം കാഴ്ചകളുമല്ല എന്ന് നാം മനസ്സിലാക്കേണ്ടിയിരിക്കും. ഭഗവാന്റെ ഓടക്കുഴൽ വീട്ടിൽ വെച്ചാൽ സർവ്വ ഐശ്വര്യങ്ങളും ഉണ്ടാകുമെന്ന് അയാൾ എന്നെ തെറ്റിദ്ധരിപ്പിച്ചു. അന്നു മുതൽ ഇല്ലാത്ത ദുർനിമിത്തങ്ങളാണ് സ്വാമി എനിക്ക്. ഇപ്പോഴെങ്കിലും ഭഗവത് ചൈതന്യം തിരിച്ചറിയാൻ നിങ്ങൾക്ക് കഴിഞ്ഞല്ലോ. ഇതാ സ്വാമി, എടുത്ത സ്ഥിതിക്ക് എങ്ങനെ തിരിച്ചു വെക്കണം എന്നുള്ള മനക്ലേശത്തിലായിരുന്നു സ്വാമി ഞാൻ. അങ്ങ് അതിനൊരു വഴി കാണിച്ചു തരണം. ഞാനൊരു കള്ളനല്ല സ്വാമി. ആരെയും അറിയിക്കാതെ അവിടുന്ന് എന്നെ രക്ഷിക്കണം. വരട്ടെ. ഈ കണക്കിന് പോയ പോലീസുകാരെ അയാൾ വെറും ഡബ്ബികളാക്കി മാറ്റി സാർ. ആ തിടമ്പ് കെട്ട വിക്രമനാരെ അയാളെ ഏത്തമിടിയിച്ചില്ലേ? നാട്ടുകാരുടെ മുമ്പിൽ അയാൾക്ക് ഇനി തലയിൽ മുണ്ടിട്ട് നടക്കുന്ന ഗതികേടാക്കിയില്ലേ? ആ ഭൂപതിയുടെ അടുത്ത് നമ്മൾ തോറ്റു കൊടുക്കാൻ പാടില്ല സാർ. അയാൾ ഗണിച്ചു പറയുന്നതിന് മുമ്പ് നമുക്ക് പിന്നെ ഇടിച്ചു പറയിപ്പിക്കണം. എന്ത് പറഞ്ഞിട്ടും ആ ചിന്നക്കറുപ്പ് വാ തുറക്കുന്നില്ലല്ലോ. അവനെ കൊണ്ട് പറയിപ്പിക്കാൻ പറ്റുമെന്ന് ഞാൻ നോക്കട്ടെ. പുറത്തിറക്കടോ അവനെ. എന്നെ കണ്ട് പേടിച്ച് വിറയ്ക്കുന്ന കണ്ടില്ലേ? അത് പേടിച്ച് വരയ്ക്കുന്നതല്ല സാറേ, കാലത്തെ രണ്ടെണ്ണം അടിക്കാത്തതിന്റെ പറയാ മുറ്റു കുടിയനാ. പിന്നെ വര ഞാൻ മാറ്റാം. ഇങ്ങോട്ട് ഇറങ്ങണ. തുറന്നാൻ ഇറങ്ങി മുടിയോ സാറേ, ഇവൻ തുറന്നാലേ ഇറങ്ങി മുടിയോളന്ന്. ഇങ്ങോട്ട് ഇറങ്ങണം. താനല്ല, ഇയാളെ ഇങ്ങോട്ട് ഇറങ്ങാൻ. ആ ഭൂപതിയുടെ വായിൽ നിന്ന് നിന്റെ പേര് പുറത്തു വരുന്നതിന് മുമ്പ് എന്നോട് പറഞ്ഞു തൊലക്കടാ, നീയാണ് വിഗ്രഹം മോഷ്ടിച്ചതെന്ന്. தெரியாதയ്യ. നീയും മുനിയാണ്ടി ചേർന്ന് എവിടെയാടാ വിഗ്രഹം ഒളിപ്പിച്ചു വെച്ചത്? ആർക്കാടാ നീ വിഗ്രഹം വിറ്റത്? നിന്റെ தெரியாதയ്യ, പറയടാ. ആ മുനിയാണ്ടിയെ നീ എവിടെ കൊണ്ടുപോടാ ഒളിപ്പിച്ചത്? എന്ത് പറഞ്ഞാലും தெரியாதയ്യ. നീ പറഞ്ഞില്ലെങ്കിൽ നിന്റെ മകളെ കൊണ്ട് ഞാൻ പറയിപ്പിക്കും. ആ ഭൂപതിയെ ഞാൻ ഇവിടുന്ന് തുരത്തും. താക്കോലെടുത്ത് കളഞ്ഞേക്ക്. എന്ത് സംഭവിച്ചാലും ഇവനെ തുറന്നു വിടരുത്. ഞാനാ പറയുന്നത്. തെളിയിക്കാൻ പറ്റൂ നോക്കട്ടെ. എന്നെ അപ്പാവെ പോലീസ് കിட்ட இருந்து காப்பாத்தணும். ജന്മ സുകൃതമാ ഭാവനയാൽ മുരളീരവമോദം മുഖിൽ വർണ്ണ. ജന്മ സുകൃതമാ ഭാവനയാൽ മുരളീരവമോദം മുഖിൽ വർണ്ണ. അഭയം നിന്നിൽ മാത്രം, ആശകൾ ശ്രീകൃഷ്ണ. ജന്മ സുകൃതമാ ഭാവനയാൽ മുരളീരവമോദം മുഖിൽ വർണ്ണ. നിർധനനാം കുചേ കനവാനാക്കിയ ശ്രീകൃഷ്ണ. ദുർമുഖ
ശ്രീകൃഷ്ണ ജന്മസുകൃതമാ ഭാവനയാൽ മുരളീരവമോദും മുകിൽ വർണ്ണ തേടുന്നതൊക്കെയും ഭക്തർക്കു നൽകുന്ന ആശ്രിതവത്സനാം ജഗദ്വർണ്ണ ഗീതോപദേശത്താൽ ഭൂലോക ചിന്തയെ മാറ്റിത്തിരുത്തിയ ഭഗവാനേ ഉന്നിതൻ തിരുവായിൽ ഭൂഗോള ദർശനം അമ്മയ്ക്കേകിയ ശ്രീനന്ദ ഉന്നിതൻ തിരുവായിൽ ഭൂഗോള ദർശനം അമ്മയ്ക്കേകിയ ശ്രീനന്ദ വരമരുളൂ കണ്ണ അനുഗ്രഹിക്കൂ ശ്രീകൃഷ്ണ ജന്മസുകൃതമാ ഭാവനയാൽ മുരളീരവമോദും മുകിൽ വർണ്ണ എന്നെ അപ്പ അച്ഛനെ കുറിച്ച് ഞാൻ അന്വേഷിച്ചിരുന്നു, പക്ഷേ എന്നാ പുറത്തു വരാന്നറിയില്ല. அப்பா ஒரு பிரச்சனைக்காரனாണെങ്കിലും அவர் எனக்கு உதவியாയിരുന്നു. அதனால என் மானத்தை காப்பாற்ற முடிஞ்சது. അച്ഛൻ നിരപരാധിയല്ലേ, അതുകൊണ്ട് ജാമ്യം കിട്ടാതിരിക്കില്ല. അതുവரைக்கும் நான் என்ன செய்யும்? நான் எங்க போവും? ஒன்னும் எனக்கு അറിയില്ല. என்ன அப்பா வந்து திருடுவேன்னு எனக்கு நம்பிக்கையே இல்ல. அப்போ உன்னை என்ன அளவுக்கு நான் நேசிக்கிறேன். உண்மையிலே എന്നെ അപ്പാവുക്കും അന്ത വിഗ്രഹത്തുക്കും എന്നെ സംബന്ധം? അതും തമ്മിൽ ഒരു ബന്ധം ഉണ്ടാവില്ല. നീ ഒന്ന് സമാധാനായിട്ടിരിക്കെ. എനിക്ക് എങ്ക നിമിത്തി ഒരു പൊണ്ണുക്ക് തൻ മാനത്തെ കാപ്പാത്തുறதா முக்கியம். அதனால நான் என் பாட்டியோட അടുത്ത് போறேன். அப்பா வந்ததுக்கு அப்புறம் தான் திரும்பி வருவேன். വന്നോളൂ, അകത്തേക്ക് വരൂ. വേണ്ട, ഞങ്ങളിവിടെ നിന്നോളാം സ്വാമി. എന്താ അമ്മയുടെ പ്രശ്നം? അടിയങ്ങളെ രക്ഷിക്കണം സ്വാമി. പറയൂ. കാര്യങ്ങൾ പറഞ്ഞാലല്ലേ എനിക്ക് പ്രതിവിധികൾ നിർദ്ദേശിക്കാനാവൂ. ഇതെന്റെ മകള് പത്മ 5 പ്രാവശ്യം 10ാം തരം എഴുതി തോറ്റു. മറവിരോഗമാണ്. എത്ര പഠിച്ചാലും പരീക്ഷ എടുക്കുമ്പോ ഒന്നും ഓർമ്മ വരില്ലത്രേ. ഈ മറവിരോഗത്തിന് എന്തെങ്കിലും ഒരു മരുന്ന് ഉപദേശിച്ചു തരണം സ്വാമി. രോഗത്തിന്റെ കിടപ്പ് എനിക്ക് മനസ്സിലായി. വന്നോളൂ. അമ്മ അവിടെ നിൽക്ക്, മകൾ മാത്രം വരും. എന്താ ആളിന്റെ പേര്? സുധി. വീട്ടുകാർക്ക് എതിർപ്പാണല്ലേ? പരീക്ഷാ സമയത്ത് പുസ്തകം തുറക്കുമ്പോ സുധിയുടെ മുഖം മാത്രം തെളിഞ്ഞു വരും. അസുഖം മനസ്സിലായി. പ്രതിവിധിയുമുണ്ട്. ഒരു വാക്ക് ഞാൻ തരുന്നു. ഈ വർഷത്തെ പരീക്ഷ പാസ്സായാൽ അമ്മയോട് പറഞ്ഞ് സ്വാമി തന്നെ മുൻകൈ എടുത്ത് ഈ കല്യാണം നടത്തി. പഠിക്കൂ, ജയിക്കൂ. തോറ്റുപോയാൽ പിന്നെ ഈ സ്വാമിക്ക് ഒരു കാര്യത്തിന് ഇടപെടാൻ പറ്റത്തില്ല. മനസ്സിലായല്ലോ? വരൂ. പേടിക്കേണ്ടതായ അസുഖമൊന്നും മോൾക്കില്ല. ആവശ്യമായ മരുന്ന് ഞാൻ മോൾക്ക് ഉപദേശിച്ചു കൊടുത്തിട്ടുണ്ട്. ഈ വർഷത്തെ പരീക്ഷയിൽ മോള് തീർച്ചയായും പാസ്സായിരിക്കും. എന്നിട്ട് മതി താലികെട്ട്. താലികെട്ടോ? സ്വാമിയായിട്ടോ? തെറ്റിദ്ധരിക്കണ്ട. മകളോട് തന്നെ ചോദിച്ചു മനസ്സിലായിക്കൊള്ളൂ. ചെന്നോളൂ, ചെന്നാട്ടെ. ശരി സ്വാമി. ഈ ഭൂപതിയെ എനിക്കും നല്ല മുഖപരിചയ സാറേ. പറ, എവിടെ വെച്ച്? കുമാരനല്ലൂർ ക്ഷേത്രവിഗ്രഹത്തിന്റെ സാറേ. എല്ലാവരും ഒരു സാധനം പൂജിക്കുമല്ലോ സാറേ. വിഗ്രഹം. വിഗ്രഹമൊക്കെ കുറച്ച് നടന്നപ്പം അന്ന് ഞാൻ അന്വേഷണ സംഘത്തിലുണ്ടായിരുന്നു സാറേ.
അന്ന് അമ്പല പരിസരത്തൂടെ അലഞ്ഞു എറിഞ്ഞു കിടന്ന ഒരു ഭ്രാന്തന്റെ മുഖവുമായിട്ട് ഈ ഭൂപതിയുടെ മുഖത്തിന് സാമ്യമുണ്ട് സാർ. പക്ഷേ എനിക്ക് എത്തിപ്പിടി കിട്ടുന്നില്ല സാർ. കിട്ടിക്കോളൂ സാർ. കിട്ടും സാർ. എനിക്കും ഒരു സംശയം പറ. ഈ കാണിപ്പയ്യന്നൂർ അമ്പലത്തില് വിഗ്രഹം മോശം പോയ സമയത്ത് ആ അമ്പലപ്പറമ്പിൽ അലഞ്ഞു തിരിഞ്ഞു നടക്കുന്ന ഭിക്ഷക്കാരന്റെ മുഖവുമായി ഈ പറഞ്ഞ സദാനന്ദ ഭൂപതിക്ക് ഏറെ സമയമുണ്ട് സാർ. എനിക്കും ഒരു എത്തും പിടിയും കിട്ടും. നിങ്ങൾക്ക് രണ്ടുപേർക്ക് എത്തും പിടിയും കിട്ടുന്നില്ലെങ്കിൽ എനിക്ക് എത്തും പിടിയും കിട്ടി. പല സ്ഥലങ്ങളിൽ പല വേഷങ്ങളിൽ കറങ്ങി നടക്കുന്ന ഈ സദാനന്ദ ഭൂപതി തന്നെയാണ് ഈ വിഗ്രഹ കവർച്ചയ്ക്ക് പിന്നിലും. എടാ ഭൂപതി, ഞാനിതാ എത്തിക്കഴിഞ്ഞു. കഴിഞ്ഞ കഴിഞ്ഞു. നല്ല ഷുഗർ ഉണ്ടല്ലേ? ഇടേ എത്ര കാലം എന്ന് വെച്ചാണ് ഞാൻ ഇയാളുടെ മൂത്രവും കാഷ്ടമൊക്കെ ചുമക്കണത്. ഇയാൾ അഴിച്ചുവിടാൻ പാടില്ലേ? ശിവൻ ഇപ്പോഴെങ്കിലും ബുദ്ധി ഉദിച്ചല്ല. ഈ അപ്പുക്കുട്ടന ആള് മണ്ടന. എന്നെ കാണാതായ പിന്നെ എന്നെ ചുറ്റിപ്പറ്റിയായിരിക്കും പോലീസും കൂട്ടരും. ഞാൻ നിങ്ങളെ ഒരിക്കലും ചതിക്കില്ല. നിങ്ങളറിയാത്ത ഒരുപാട് നൂലാമാലകളുണ്ട് ഈ വിഗ്രഹത്തിന് പിന്നിൽ. ഒടുവിൽ നിരപരാധികളായ നിങ്ങൾ അകത്താവും. വിഗ്രഹം ബോസും കൂട്ടരും അടിച്ചോണ്ട് പോകും. അതെ, ആരാണ് ഈ ബോസ്? നിങ്ങള് ചത്ത് കിടക്കണ എന്റെ മൊബൈലിന്റെ ബാറ്ററി ഒന്ന് മാറ്റി നോക്ക്, അപ്പൊ അറിയാം. എന്നാ മൂത്രം ഒടിയിക്കട്ടെ, അറിയണമല്ലോ ഒന്ന് എന്തായാലും. വീട്ടിൽ തന്നെ വെല്ലടിച്ചല്ലോ. ഞാൻ പറഞ്ഞില്ലേ ബോസിന്റെ ആൾക്കാരാ. യെസ്, SS നായർ. മിസ്റ്റർ നായർ, കുറച്ച് ദിവസമായിട്ട് നിങ്ങൾ എവിടെയായിരുന്നു? ഞാനൊന്നും മാറി എന്നതാ. എന്തിന്? അപ്പോ ഒറിജിനൽ വിഗ്രഹം നിങ്ങൾ എന്ത് ചെയ്തു? നമ്മുടെ ഓപ്പറേഷൻ നടക്കുന്നതിന് മുമ്പ് ഒറിജിനൽ വിഗ്രഹം ആരോ അടിച്ചു മാറ്റിയിരിക്കുന്നു. ഇംപോസിബിൾ. ബോസ് ഇത് വിശ്വസിക്കില്ല. നിങ്ങൾ ഇപ്പോൾ എവിടെയാണ്? എവിടെയാണെങ്കിലും ഞങ്ങളെ സന്ധിച്ചേ മതിയാകും. ഓ കണ്ട, ഇതാ ഞാൻ പറഞ്ഞ നൂലാമാലകള്. ഒന്നുകിൽ അവർക്ക് വിഗ്രഹം വേണം, അല്ലെങ്കിൽ എന്റെ ജീവൻ വേണം. എന്നെ തുറന്നു വിട്, അല്ലെങ്കിൽ നിങ്ങളുടെ ജീവൻ അപകടത്തിലാ. എന്നെ തേടി ആ ബോസും കൂട്ടരും ഇവിടെ എത്തിയിട്ടുണ്ട്. നിങ്ങളുടെ പ്രശ്നങ്ങൾ അവസാനിച്ചില്ലേ? പിന്നെ ഞാൻ തന്ന പണം അത് നിങ്ങൾക്ക് ഞാൻ തന്ന സഹായധനമായി കരുതിയാ മതി. എന്നെ തുറന്നു വിട്, തുറന്നു വിടാൻ. തുറന്നു വിടും. ഈ കുരിശിന്റെ തീട്ടവും മൂത്രവും കോരാൻ തുടങ്ങിയിട്ട് കാലം കുറേ. ഇനി ഏതാണാവോ അടുത്ത കുരിശ്? ഞാൻ സ്ഥലം SI പ്രേംലാൽ, ഒറിജിനൽ. വിഗ്രഹ കേസ് അന്വേഷണത്തിന്റെ ചാർജ് എനിക്കാണ്. സാർ ആൽത്തറയിലോട്ട് കയറി. താങ്ക് യു. ഞാനും വേണ്ടേ? ഇരുത്തുന്നവരെ എനിക്ക് താല്പര്യമില്ല. ഞാൻ വന്നത് സ്വാമിയോട് ചിലത് ചോദിച്ചറിയാനാണ്. സാറ് കുറച്ച് ഗൗരവത്തിലാണല്ലോ. ഗൗരവം എന്റെ ജന്മഭാവമാണ്. എനിക്ക് ഗൗരവമുള്ളവരെ ഏറെ ബഹുമാനവും ഇഷ്ടവുമാണ്. സാർ ആൽത്തറയിലോട്ട് കയറി. താങ്ക് യു. എനിക്ക് നിങ്ങളോട് ചോദ്യങ്ങൾ ചോദിക്കാനുണ്ട്. നിങ്ങൾ ആരാണ് ജ്യോത്സ്യം പഠിപ്പിച്ചത്? ആരും പഠിപ്പിച്ചതല്ല, പിന്നെ പാരമ്പര്യ നിയോഗമാണ്. ചോദിക്കുന്നതിൽ പരിഭവം തോന്നരുത്. ആലത്തൂർ വിഗ്രഹം മോഷണം നടത്താൻ യാചകനായി വേഷമിട്ടത് നിങ്ങളായിരുന്നില്ല? ആയിരുന്നു. അല്ല എന്ന് പറയാൻ ശ്രമിച്ചെങ്കിൽ ആയിരുന്നു. അതെ. അപ്പോൾ സംശയമില്ല, കാണിപ്പയ്യന്നൂർ വിഗ്രഹമോഷണത്തിലെ ഭ്രാന്തനും നിങ്ങളായിരുന്നു. അതും ഞാനായിരുന്നു. ഇയാൾക്ക് വട്ടാണ്. മനസ്സിലായി. എന്റെ ബൗണ്ടറിയിൽ കിടന്ന് ഗോൾ അടിക്കാനാണ് തന്റെ ശ്രമമെങ്കിൽ അത് ഞാൻ അനുവദിക്കില്ല. ഏത് ഭൂലോക പതിയാണെങ്കിലും ശരി. താങ്കൾ ഇങ്ങോട്ടൊന്നും വരൂ. എന്തിന്? ഒരു കാര്യം പറയാൻ. എനിക്കങ്ങനെ ഒളിയും മറയൊന്നുമില്ല. എല്ലാരും കേൾക്കത്തക്ക രീതിയിൽ തുറന്നു പറഞ്ഞാ മതി. ഞാനൊരു തുറന്ന പുസ്തകമാണ്. എനിക്കാരെയും പേടിയില്ല. ധൈര്യമായിട്ട് തുറന്നു പറഞ്ഞോളൂ. ഒരു മിനിറ്റ്, എല്ലാരും പുറത്തു പോക്കോ. മാർക്ക് ലിസ്റ്റ് തിരുത്തിയാണ് ഡിഗ്രി സമ്പാദിച്ചതെന്ന് ഈ നാട്ടുകാർക്ക് അറിഞ്ഞൂടാ, പോലീസ് ഡിപ്പാർട്ട്മെന്റിന് അറിഞ്ഞൂടാ. പക്ഷെ എനിക്കറിയാം. ഞാനത് ഡിപ്പാർട്ട്മെന്റിൽ പറയും. വെള്ളം തലമണ്ടയിൽ കയറരുത്. നിങ്ങളോട് ഇത് ആര് പറഞ്ഞു? ദയവ് ചെയ്ത് ഇത് മറ്റുള്ളവരോട് പറഞ്ഞ് എന്റെ കഞ്ഞിയിൽ പാറ്റിയിടരുത്. മര്യാദയാണെങ്കിൽ മര്യാദ, അല്ലെങ്കിൽ ഞാനിത് അയ്യോ വേണ്ട, ഞാൻ മര്യാദക്കാരനാണ്. എന്തിനാ വെറുതെ നാറ്റിക്കുന്നത്? ഇന്നു മുതൽ സാറാണ് എന്റെ ഗുരു. സദാനന്ദ ഭൂപതിയേ നമഃ. ശരി, വരട്ടെ. നമ്മൾ വിചാരിക്കുന്ന ആളെയല്ല, ഇദ്ദേഹം മഹാനുഭൂപതിയാണ്.
നിക്കണ്ട നിക്കണ്ട. ശരി ഞങ്ങൾ പോകാം. ഓക്കെ. ശരിയാ അയ്യപ്പ. ये साला किधर गया? रंगन, तुम किधर जाके बैठ रहे यार? वो एसएसआर के बारे में तुम्हारे पास कुछ खबर है? वो नंबर बना हरामी है। उसको मालूम है विक्र किधर है? जाओ उसके घर पे, उसको बीवी का समझाओ। बस एक दिन का मौका देता उसको, समझा तू? हम उसको मिलने के लिए कोशिश करते साहब. കെട്ടിയോൻ എങ്ങോട്ട് പോയെന്ന് നിനക്ക് ഒരു വിവരവും ഇല്ലേ? ഗുരുവായൂർക്ക് പോയതാണ് സർ. എല്ലാ 1-ാം തീയതിയും ഗുരുവായൂർക്ക് തൊഴാൻ പോകുന്ന പതിവുള്ളതാ. 3 ദിവസം കഴിഞ്ഞ് തിരിച്ചെത്താറുണ്ട്. ഇതിപ്പോ 3 ദിവസം എന്ന് പറഞ്ഞിട്ട് 6 ദിവസമായല്ലോ. ചിലപ്പോ ചില ബിസിനസ് കാര്യങ്ങൾക്കായി 2-3 ദിവസം വൈകാറും പതിവുണ്ട്. സ്വന്തം വാഹനത്തിലാണോ പോവാറ്? അല്ല, ട്രെയിനിലാ പോയത്. കാർ ഷെഡിലുണ്ട്. പുള്ളിക്ക് വിഗ്രഹങ്ങൾ വിൽക്കുന്ന പണിയാണല്ലേ? ഹാൻഡിക്രാഫ്റ്റിന്റെ ഷോപ്പാ. എന്നാ ഈ ബിസിനസിന്റെ കൂടെ വിഗ്രഹത്തിന്റെ ബിസിനസും കൂടെ ഉണ്ടെന്ന് റിപ്പോർട്ട് കിട്ടിയിട്ടുണ്ട്. വന്നാ ഉടനെ തന്നെ സ്റ്റേഷനിൽ വന്ന് SP കാണാൻ പറഞ്ഞു. SP-യോ? നമ്മുടെ സാറാരാ? അദ്ദേഹത്തെ വന്ന് കാണാൻ പറയണം. സംഭവത്തിന്റെ ഗൗരവം അറിയാവല്ലോ. പിന്നെ ഞങ്ങളുടെ സാറ് ഭയങ്കര വാശിയില്ല. പോക്കൂന്ന് പറഞ്ഞാ പോക്കും. സ്വാമി രക്ഷിക്കണം. ആരാ? എവിടുന്ന് വരുന്നു? ഞങ്ങൾ ഇവിടെ അടുത്ത് തന്നെ താമസിക്കുന്നവരാ. എന്താ നിങ്ങളുടെ പ്രശ്നം? സ്വാമി, ഇതെന്റെ മൂത്ത മകൻ തുഷാർ. ഇവന് കുറച്ച് ദിവസമായി ഒരു അസുഖം പോലെ. എന്താണ് തുഷാറിന്റെ അസുഖം? എന്തോ ഒരു മാനസികമായ അസ്വസ്ഥത ബാധിച്ചതുപോലെ, ആരെയെ ഭയക്കുന്ന പോലെ ഇടയ്ക്കിടയ്ക്കൊരു തിരിഞ്ഞുനോട്ടം. എന്നു മുതലാണ് ഇത് തുടങ്ങിയത്? കുറച്ച് നാളുകളായി. എന്താണ് തുഷാറിന്റെ ജോലി? നേവൽ ബേസിലായിരുന്നു. സിറ്റിയിലായിരുന്നു ജോലിയെങ്കിലും ഒരു ദിവസം പോലും ഇവൻ ഞങ്ങളെ പിരിഞ്ഞിരുന്നിട്ടില്ല. കൃത്യം 8:30 മണിക്കുള്ള ബസ്സിൽ ഇവൻ ഇവിടെ വന്നിറങ്ങാറുണ്ട്. അത്രയ്ക്ക് സ്നേഹമായിരുന്നു ഇവന് ഞങ്ങളോട്. ശരി, അത് മനസ്സിലായി. നിങ്ങളുടെ നിഗമനത്തിൽ ഇങ്ങനെ സംഭവിക്കാൻ എന്താണ് കാരണം? അറിയില്ല സ്വാമി. ഈ ബസ് ഇറങ്ങുന്ന സ്ഥലത്ത് നിന്നും നിങ്ങളുടെ വീട്ടിലേക്ക് എത്ര ദൂരമുണ്ട്? ഒരു 1.5 കിലോമീറ്റർ കാണും. ഈ ദൂരപരിധിക്കുള്ളിൽ എത്ര കുടുംബങ്ങൾ താമസിക്കുന്നുണ്ട്? 4 കുടുംബങ്ങൾ. എന്നാൽ ഈ കുടുംബങ്ങളിലുള്ളവരെല്ലാം എനിക്ക് നേരിട്ട് കാണാൻ ഒരു അവസരമൊരുക്കണം. അവരോട് എത്തിക്കാനുള്ള ഏർപ്പാടുകൾ എത്രയും വേഗം ചെയ്യാം സ്വാമി. ശരി, അങ്ങനെ ആവട്ടെ. എല്ലാവരും എത്തിയിട്ടുണ്ടല്ലോ? ഉണ്ട് സ്വാമി. എല്ലാവരും എത്തിയിട്ടില്ലല്ലോ. ഞാൻ പറഞ്ഞില്ലേ ശകുന്തളെ കൊണ്ടല്ലേ സ്വാമി മനസ്സിലാക്കുന്നു. സ്വാമി ഇതെങ്ങനെ മനസ്സിലാക്കണേ? അറിയില്ലേ, സ്വാമി മഹാസിദ്ധനല്ലേ, എല്ലാം മനക്കണ്ണിൽ മനസ്സിലാക്കും. എന്റെ മകൾ ശകുന്തള ഒരു പ്രത്യേക ടൈപ്പാണ്. ജ്യോത്സ്യത്തിലൊന്നും അവൾക്ക് യാതൊരു വിശ്വാസവുമില്ല. ഞങ്ങളൊട്ട് വിളിച്ചാൽ വരികയുമില്ല. പെൺകുട്ടികൾക്ക് അനുസരണക്കേട് നല്ലതല്ല. ഉടനെ അവളെ ഇവിടെ കൊണ്ടുവരൂ. അല്ലെങ്കിൽ ഒരുപാട് ദുർനിമിത്തങ്ങൾ ആ പാവം പെൺകുട്ടി നേരിടേണ്ടി വരും. വേണ്ടമ്മേ, എന്നെ വിട്, എന്നെ വിട്. ചെല്ലു മോളെ, സ്വാമി ചോദിച്ചതിന് ഉത്തരം പറയൂ. എനിക്ക് വയ്യ, എനിക്കൊന്നും പറയാനില്ല. അമ്മ പൊയ്ക്കോളൂ. കുട്ടിക്കൊന്നും പറയാനില്ലേ? എങ്കിൽ കുട്ടിക്ക് പറയാനുള്ളത് സ്വാമി തന്നെ പറയേണ്ടി വരും. കുട്ടിക്ക് തുഷാറിനെ നേരത്തെ അറിയുമോ? എന്താ ഒന്നും മിണ്ടാത്തത്? പറയൂ. തുഷാറിനെ ചെറുപ്പം മുതൽ എനിക്കറിയാം. അന്ന് രാത്രി 8:30 മണിക്ക് കൊള്ളഞ്ചേരിക്കുള്ള അവസാനത്തെ ബസ്സിൽ നിങ്ങൾ രണ്ടുപേരും അമ്പലമുക്കിൽ വന്നിറങ്ങിയത് കണ്ടവരുണ്ട്. പറയൂ, അതിനുശേഷം എന്താണ് സംഭവിച്ചത്? ഒന്നും മറച്ചു വെക്കരുത്. കരഞ്ഞിട്ട് കാര്യമില്ല. കുട്ടിയെല്ലാം തുറന്നു പറഞ്ഞാൽ കുട്ടിയുടെ മനസ്സിന് സമാധാനം കിട്ടുമെന്ന് മാത്രമല്ല, ജീവിതകാലം മുഴുവൻ ഭ്രാന്തനായി അലയേണ്ട ഒരു ചെറുപ്പക്കാരനെ തിരിച്ച് ജീവിതത്തിലേക്ക് കൊണ്ടുവരാനും കഴിയും.
തുഷാർ അവിടെ ഏയ് മുള്ളിനെ മുള്ളുകൊണ്ടെടുക്കണം. അതാണ് ഈ രോഗത്തിന്റെ പ്രതിവിധി. നടന്ന സംഭവങ്ങൾ പുനരാവിഷ്കരിക്കപ്പെടണം. എന്ത് ചെയ്യണമെന്ന് യഥാസമയത്ത് ഞാൻ പറഞ്ഞുതരാം. എന്താണിത്? എങ്ങോട്ടാണ് ഓടുന്നത്? യക്ഷി അവളെന്നെ കൊല്ലാൻ വരികയാണ്. എന്താ തുഷാർ? അത് ശകുന്തളയല്ലേ? നിന്റെ അയൽക്കാരി ശകുന്തള അല്ല, അവൾ യക്ഷിയാണ്. തുഷാർ, അത് നിന്റെ മനസ്സിന്റെ തോന്നലാണ്. അത് ശകുന്തളയാണ്, യക്ഷിയല്ല. സൂക്ഷിച്ചു നോക്ക്. തുഷാർ, ഞാൻ ശകുന്തളയാണ്. നിങ്ങളുടെ അയൽവക്കത്ത് താമസിക്കുന്ന ശകുന്തള. നമ്മൾ ഒരുമിച്ചല്ലെന്ന് ബസ് വന്ന് ഇറങ്ങിയത്. എന്നിട്ട് ഒരു കാര്യമില്ലാതെ എന്നെ കണ്ട് പേടിച്ചു. ഒന്ന് ഓർത്തു നോക്കൂ, ഞാൻ ശകുന്തളയാണ്. അയ്യോ, എന്റെ മോനെ എന്ത് പറ്റിയടാ? സ്വാമി, എന്റെ മോൻ. അവൻ ഉറങ്ങട്ടെ. ഒരുപാട് നാളത്തെ ഉറക്കം ബാക്കിയുള്ളതല്ലേ. മനസ്സും ശരീരവും ഒന്ന് ശാന്തമാകട്ടെ. ഉപബോധ മനസ്സിൽ ഇപ്പോൾ നടന്ന സംഭവങ്ങൾ ഒരു ഛായാചിത്രം പോലെ മെല്ലെ മെല്ലെ പതിയട്ടെ. ഉണർന്നെഴുന്നേൽക്കുന്നത് പഴയ തുഷാറായിട്ടായിരിക്കും. തുറന്നിട്ടുണ്ട്. കിടക്കുന്നത് നായരേട്ടാ, 3 ചായ സ്ട്രോങ് ആയിട്ട്. വേഗം ആയിക്കോട്ടെ. എന്തോ അത്ര പെട്ടെന്ന് വേണമെങ്കിലേ എന്റെ മക്കൾ വീട്ടിൽ ചെന്ന് കുടിച്ചാൽ മതി. അല്ലെങ്കിൽ ആ ശ്രീതാലി വരുന്നവരെ കാത്തു നിന്നേ പറ്റൂ. എന്നാ പിന്നെ അതുവരെ ഈ പരിപ്പോടെ വെച്ച് അഡ്ജസ്റ്റ് ചെയ്യാം. നീ വേറെന്തെങ്കിലും ഒന്നേ ഉള്ളൂടാ. അതല്ലേ എടുത്തത്. ഇവൻ ശരിക്കും എന്നുള്ളതാ ഇവൻ ഇത്. പരിപ്പോടെ കരിമുടി വെജിറ്റബിൾസ് കുടിച്ചോളാം. ഞാൻ കരുതി പറഞ്ഞേക്കാം. എന്താണെന്നായിരുന്നു? മനുഷ്യനെ കൊല്ലാനായിട്ട് പരിപ്പോടറില്ല ആണി തിരികെ വെച്ചേക്കടാ. കൃഷ്ണ ഭഗവാനെ, നീ എന്റെ പ്രാർത്ഥന കേട്ടു. ഒരാഴ്ചയായി ചിലവരെ ഇളകിപ്പോയി ആണി അന്വേഷിച്ച് നടക്കാൻ തുടങ്ങി. അപ്പൊ റിലീസ് കഴിഞ്ഞ 5-6 ദിവസം കഴിഞ്ഞ് പരിപ്പോടയിൽ തന്നെ എനിക്ക് തിന്നത്. എന്താണ് എടാ, നിന്റെ തിരുമോന്തം ഇങ്ങോട്ട് കൊണ്ടുപോടാ, അത് കാണട്ടെ. എടാ, നീ എടാ പറഞ്ഞത് ഇളകി പോയ ചിലവരാണ് ഉപ്പുമാവിനകത്ത് പോയെന്ന്. ദേ ഇപ്പൊ പരിപ്പടയ്ക്ക് അതൊന്ന് കിട്ടി. ഇവൻ വാ തുറന്ന നുണയെ പറയത്തുള്ളൂ. ഞാൻ നുണയൊന്നും പറയില്ല. ബാക്കി ഉണ്ടായിരുന്ന ഉപ്പാവും കൊണ്ട് പരിപ്പോട് ഉണ്ടായി കഴിഞ്ഞാൽ അത് പരിപ്പോടിലേക്ക് പോകും. അതെന്റെ കുറ്റമാണ്. സാധനം മേടിക്കാന്ന് പറഞ്ഞ പോയിട്ട് എവിടെയായിരുന്നു അത്രയും നേരം? അത് പിന്നെ ഞാനില്ലേ അമ്പലപ്പറമ്പിൽ ഭൂപതി സ്വാമിയില്ലേ ചുട്ട കോഴിനെ പറപ്പിക്കണം ഞാൻ കണ്ടുവെക്കായിരുന്നു. ഭഗവാനെ, ചുട്ട കോഴിനെ പറപ്പിക്കാൻ അയാൾ എന്താ പൈലറ്റ് അല്ലേ? സ്വാമി ചുട്ടോടിനെ പറപ്പിക്കല്ല, സ്വാമി ചുട്ടോടിനെ തിന്നും. അയാളെ കണ്ടുണ്ടറിയാമല്ലോ അയാൾ കളറാന്ന്. വേണ്ട വേണ്ട വേണ്ട, സ്വാമി ആരും അങ്ങനെ കൊച്ചാക്കൊന്നും പറയണ്ട. നമ്മുടെ ചിറ്റാതി ചക്കന്റെ ഭ്രാന്ത് നിസ്സാരമായിട്ടല്ലേ സ്വാമി മാറ്റിയെടുത്തത്. ഇപ്പൊ 7 ദിവസങ്ങൾക്കുള്ളിൽ വിഗ്രഹം കണ്ടുപിടിക്കുന്ന അമ്പല കമ്മിറ്റിക്ക് സ്വാമി വാക്ക് കൊടുത്തിരിക്കുന്നത്. അപ്പൊ കാണാൻ പലരുടെയും മുഖം മൂടി അഴിഞ്ഞു വീഴുന്നു. അല്ലടാ ചെയ്താലി. ആരൊക്കെ എന്തൊക്കെ പറഞ്ഞാലും എനിക്ക് സ്വാമിയെ വിശ്വാസമാണ്. കൃഷ്ണ ഗുരുവായൂരപ്പ, ആ കാട്ടുകള്ളന്മാരെ ഈ നാട്ടുകാർക്ക് കാണിച്ചു കൊടുക്കണേ. എടാ, നമുക്ക് ഇന്ന് തന്നെ രണ്ടിലൊന്ന് തീരുമാനിക്കണം. അച്ഛൻ്റെ അവസ്ഥ കണ്ടപ്പോൾ ഞാൻ എന്തൊക്കെയോ ചെയ്തു പോയി. ആ തെറ്റിൻ്റെ ആഴം ഞാൻ ഇന്ന് മനസ്സിലാക്കുന്നു. പക്ഷെ എനിക്കിന്ന് ലഭിച്ച ഈ വിജയത്തിൽ ഞാൻ എത്താതിരുന്നാൽ അത് ഞാൻ എൻ്റെ അച്ഛനോട് ചെയ്യുന്ന വഞ്ചനയായിരിക്കും. അതുകൊണ്ടാ പറഞ്ഞത് നമുക്ക് ആ വിഗ്രഹം തിരിച്ചു വെക്കാന്ന്. അപ്പൊ പ്രശ്നം തീരുമല്ലോ. എന്നിട്ട് വേണം ചെകുത്താനെ കെട്ടഴിച്ചു വിടാൻ. അയാളെ കെട്ടിയിട്ടേക്കണ മുറിയിലേക്ക് ചെല്ലാൻ പറ്റില്ല. അയാൾ 1-2 ഒക്കെ നടത്തുന്ന കസേരയിൽ ഇരുന്നിരിപ്പില്ല.
ഇല്ലടാ? അയാൾക്ക് എന്തായാലും മനമാറ്റം വന്നിട്ടുണ്ട്. വിഗ്രഹമോഷ്ടാവാണെങ്കിലും ഭഗവാൻ അയാൾക്ക് നല്ല ബുദ്ധി കാണിച്ചെന്നാ തോന്നുന്നേ. ഏതായാലും സമയം കളയണ്ട. ഇന്ന് രാത്രി തന്നെ നമുക്ക് ആ വിഗ്രഹം തിരിച്ചുകൊണ്ട് വെക്കണം. ആ SS നായർ ഉറങ്ങുന്ന സമയത്ത് നമുക്കത് ചെയ്യണം. ശരി. ഞാൻ ഓർക്കുന്നു ഭഗവാനെ കയ്യിലെടുക്കാനാണ് ആൾക്കാർ അമ്പലത്തിൽ പോണത്. ആ ഭഗവാനാണ് ഇപ്പൊ എന്റെ കയ്യിലിരിക്കണത്. ഒന്ന് വായടച്ച് വെക്കണം. എന്തോ വണ്ടി വരുന്നുണ്ട്. എടാ പോലീസ് ജീപ്പാ, വന്നേ ഓടിക്കടാ, വാ. സൂക്ഷിക്കണടാ, ഇനി ഏത് നിമിഷവും പോലീസിന്റെ കണ്ണ് നമ്മളെ മേലെ പതിയും. ആ ഭൂപതിയുടെ മൂന്നാം കണ്ണ് തുറന്ന പിന്നെ അത് മതി പ്രശ്നങ്ങൾക്ക്. എടാ എന്തായാലും നമുക്ക് ഈ ഭഗവാനെ കൊണ്ട് അമ്പലത്തിൽ തിരിച്ചു വെക്കാം. ഇല്ലെങ്കിൽ ഇവന്റെ ഭാവി മാത്രമല്ല നമ്മുടെ രണ്ടുപേരും ഭാവി കട്ടപ്പുകയും. എടാ നിങ്ങൾക്കറിയാലോ, അച്ഛന് വേണ്ടിയാ ഞാൻ ഈ കൃത്യമെല്ലാം ചെയ്തത്. ഒരു തരത്തിൽ ഭഗവാൻ എന്നെ രക്ഷിക്കുമായിരുന്നു. ശരി, വാ വാ, വന്നേ വന്നേ, വാ വാ, വേമ്പോ ചവിട്ട്. എന്റെ കാലയിലല്ല ബ്രേക്കിൽ ചവിട്ടുന്നുണ്ട് സാർ. നിൽക്കാത്ത എന്റെ കുഴപ്പമില്ല, നിന്ന്. എന്ത് വണ്ടിയായത്? വാ, മിണ്ടാതെ രണ്ടുപേര് എന്റെ പിറകെ ഫോളോ ചെയ്തോളണം. ഓക്കെ? ദേ ആ കാണുന്ന അമ്പലത്തിന്റെ മതിൽ ചാടിയാൽ രക്ഷപ്പെട്ടു. കമാൺ. ഇയാക്കിത് എന്തിന്റെ കേടാ ഇത്? എനിക്ക് ഫോൺ വന്ന സമയത്ത് ഞാനും എന്റെ ഭാര്യ സുഖമായിട്ടൊരു പുതപ്പിനടി കിടന്ന് ഉറങ്ങുമായിരുന്നു. ആ പുതപ്പിനടിയിൽ നിന്ന് ഒറ്റ വരവായിരുന്നു കൂടെ. അറിയാം ഇയാൾക്ക് വല്ല വട്ടുണ്ടോ? ആർക്കറിയാം? ഈ നട്ടപ്പാരയ്ക്ക് നമ്മളെ വിളിച്ചിട്ട് ഈ അമ്പലത്തിലേക്ക് വരാനായിട്ട്. അതറിയാൻ മേലേ ഇയാളുടെ ഭാര്യ ചില പ്രശ്നക്കാരിയാ. ആരുമായിട്ട്? ആരുമായിട്ടും അല്ലടോ, ഇങ്ങനെ പെണ്ണുമ്പിള്ള ഭയങ്കര കൂർക്കമ്പലിക്കാരിയാ. കൂർക്കമ്പലി കാരണം ഇങ്ങേർക്ക് അവിടെ കിടന്ന് ഉറങ്ങാൻ മേല. അതുകൊണ്ടാണ് ഇങ്ങനെ നൈറ്റ് ഡ്യൂട്ടിക്ക് ഇറങ്ങുന്നത്. അതൊരു 3-3:30 രാത്രി വരെ ഈ കൂർക്കമ്പലിയെ കൊണ്ടിരിക്കും. അത്രയും നേരം ഇങ്ങേർക്ക് നൈറ്റ് ഡ്യൂട്ടിയാ. അത് കഴിയിട്ട് ഇങ്ങനെ വീട്ടിൽ ചെല്ലുള്ളൂ. ശബ്ദിക്കരുത്. താൻ അതുവഴി ചാട്, താൻ ഇതുവഴി. എടാ നീയൊക്കെ അവിടെ നിൽക്കുകയാണല്ലേ? മനുഷ്യൻ ഇവിടെ ഒറ്റക്കിട്ടിട്ട്. അതായത് 1980 എടോ വൃത്തികെട്ടവന്മാരെ, എന്നെ കുതിരയ്ക്ക് കൊടുത്തിട്ട് നിങ്ങൾ ഇവിടെ ഒറ്റയ്ക്ക് നിൽക്കുകയാണല്ലേ? കുതിരയല്ലല്ലോ, കുരുതിക്ക് കൊടുത്തിട്ട് നിങ്ങൾ ഇവിടെ നിൽക്കുകയാണല്ലേ? സാറേ, ഞങ്ങൾ വലിയൊരു ചർച്ചയിലാണ്. തന്റെയൊക്കെ ഒരു ചർച്ച കേട്ടിക്കളെ. ഞാൻ പോകുന്ന വഴിക്ക് എനിക്ക് അവിടെ എന്തെങ്കിലും സംഭവത്തിരുന്ന ഞാൻ വീട്ടിൽ ചെന്ന് അവളുടെ അടുത്ത് എന്തോന്നും പറഞ്ഞു. ഇതാണ് ഞാൻ നിങ്ങളെ ഒരു സ്ഥലത്ത് കൊണ്ടുപോകാൻ. നിങ്ങൾക്ക് എന്റെ വിഷമം അറിയില്ല. അവിടെ സാറേ, ഞങ്ങള് വേണ്ട, നമ്മളൊരു ദിവസം ഒന്നിച്ച് ഇവിടെ ഡ്യൂട്ടിക്ക് പോയില്ലായിരുന്ന. ഞാൻ പറയുന്നത് കേട്ട് രണ്ടുപേർക്ക് എന്നോടൊപ്പം നിൽക്കാൻ പറ്റിയില്ല എങ്കിൽ സത്യമായിട്ട് ഞാൻ സാറിനോട് പറയും. ഇല്ല സാർ, ഞങ്ങൾ നിൽക്കാം. ഉറപ്പാണ്. കൂടെ നിൽക്കണം. അപ്പൊ നമ്മൾ 3 പേരും കൂടെ മതിൽ ചാടുന്നു. ഓക്കെ സാർ, ഒന്ന് ചോദിച്ചോട്ടെ. ഇവിടെ ആകെപ്പാടുണ്ടായിരുന്ന വിഗ്രഹം ആമ്പിള്ളേർ അടിച്ചോണ്ട് പോയി. ഇപ്പൊ ഇവിടെ തൊഴാൻ തന്നെ ആരും വരാറില്ല. ഇനി ഇതിന്റെ പുറകെ അന്വേഷണം വേണോ? ഇവിടെ വിഗ്രഹം മാത്രമേ ക്ഷേത്രത്തിൽ നിന്ന് അടിച്ചോണ്ട് പോയിട്ടുള്ളൂ. അതിനേക്കാൾ വിലപിടിപ്പുള്ള പലതും ക്ഷേത്രത്തിനകത്തുണ്ട്. അതെടുക്കാൻ ആ കള്ളൻ ഭൂപതി വരാതിരിക്കില്ല. അവിടെ നമ്മൾ ചാടിക്കടന്ന് കാത്തിരുന്ന് കഴിഞ്ഞാൽ എന്തെങ്കിലും തുമ്പ് കിട്ടാതിരിക്കില്ല. എന്തിനാ സാറേ നമ്മൾ ഇവിടെ നിന്ന് തൂമ്പ കൊണ്ടോണേ? ഇഷ്ടം പോലെ തൊണ്ടി കിട്ടിയ തൂമ്പ നമ്മുടെ സ്റ്റേഷനിൽ ഇരിപ്പുണ്ടല്ലോ. ഇവിടെ തൂമ്പയല്ല, തുമ്പ്. തുമ്പ് ഈ തുമ്പോ ഈ ജമ്പന്റെ തുമ്പന്റെ ജമ്പന്റെ തുമ്പന്റെ ജമ്പന്റെ തുമ്പല്ലടേ, ഈ ജമ്പന്റെ തുമ്പന്റെ എന്ന് പറഞ്ഞ ഈശ്വര, ഈ തുമ്പ് എങ്ങനെ ഓമർക്ക് പറഞ്ഞു മനസ്സിലായില്ലേ? ശരി, എന്നാൽ 2 പേരും എന്നോടൊപ്പം വരുന്നു. നമ്മൾ 3 പേരും കൂടി മതിൽ ചാടുന്നു. ഓക്കെ? ഓ, ഈ കള്ളന്മാരെയൊക്കെ സമ്മതിക്കണോട്ടാ. ആരും കാണാതെ രാത്രി കൂടി കിടക്കാന്ന് വെച്ചാലേ. മിണ്ടാതിരടാ. ആ, രണ്ടുപേരും വെള്ളം കൊണ്ടെടുത്ത് കല്യാണത്തിന് വന്നേക്കണ. പിന്നെ ഞങ്ങൾക്കൊന്നും കക്കലല്ലേ. എടാ, എനിക്ക് പേടിയായിട്ട് പാടില്ലടാ. ആരെങ്കിലും കണ്ടാലോ? ആരും കാണില്ലടാ, നീ പേടിക്കാണ്ടിരി. അപ്പോ നമുക്ക് ഈ വിഗ്രഹം ഇവിടെയോ അല്ലെങ്കിൽ ആൽത്തറയിൽ വെച്ചിട്ട് പോയാലോ? നീ എന്താണ് ഈ പറയുന്നത്? ഭഗവാൻ ഇവിടെ വഴിയിൽ ഉപേക്ഷിച്ചിട്ട് പോവാനോ? എന്റെ കൊക്കില് ജീവനുണ്ടെങ്കിൽ ഭഗവാനെ ഞാൻ എടുത്ത സ്ഥലത്ത് തിരിച്ചു വെക്കും. നിനക്കൊക്കെ പേടിയാണെങ്കിൽ പൊക്കോ, ഞാൻ ഒറ്റയ്ക്ക് പൊക്കോളാം. അപ്പോ നീ പറയുന്നത് മനസ്സിലാക്ക്. പിടിവാശി കാണിച്ച് അബദ്ധത്തിൽ ചെന്ന് ചാടരുത്. ഈ പ്രദേശം മുഴുവൻ ഇപ്പൊ പോലീസ് നിരീക്ഷണത്തിലാ. ഈ സമയത്ത് വീണ്ടും ശ്രീകോവിൽ കേറാന്ന് പറയുന്ന റിസ്കാ. ഞാൻ തീരുമാനിച്ചതാ, അതെനിക്ക് ചെയ്തേ പറ്റൂ. അങ്ങനെയാണെങ്കിൽ ഞാൻ ചെയ്യാം. ഭഗവാനെ ഞാൻ കൊണ്ടുവെക്കാം. നിങ്ങൾ രണ്ടാളും പൊക്കോ. പിടിക്കപ്പെട്ടാലും എന്നെ മാത്രമല്ലേ പിടിക്കുള്ളൂ. ഞാൻ ചെയ്ത കുറ്റത്തിന് നിങ്ങൾ പിടിക്കപ്പെടാൻ പാടില്ല.
കൂടുതൽ ആലോചിച്ച് സമയം കളയാനില്ല. പിടിക്കപ്പെട്ടാലും എന്താണെങ്കിലും നമ്മൾ ഒരുമിച്ച് ആരുമില്ല. വേഗം വാ. നീ അവിടെ നോക്കി. നോക്കട്ടെ നോക്കട്ടെ. ഇത് നോക്കാൻ പറ്റില്ലടാ. വന്നേ വന്നേ. എന്നിട്ടുണ്ട് പോണോ? ഇല്ലമല്ല, നിങ്ങൾ ഇവിടെ നിന്നാ മതി. ഇവിടെ നിന്ന് അങ്ങോട്ട് ഞാൻ ഒറ്റയ്ക്ക് പൊക്കോളാം. ഭഗവാനെ ഞാൻ ശ്രീകോവിലിൽ വെച്ചിട്ട് വരാം. സൂക്ഷിക്കണടാ. എന്താ സാറേ പറ്റി? മതില് ചാടിയപ്പോ എന്തോ എതക്കേട് പറ്റി. ആ പിന്നെ സമയം കളയണ്ട. താൻ ഇതിലേ പൊക്കോ, താൻ ഇതിലേയും പൊക്കോ. സാറേ ഇവിടെ പ്രോതപ്രീതയില്ലേ? പ്രേതപ്രീതയില്ലേ? അല്ല ഞാൻ പഠിച്ചോണ്ട് വന്ന സാറേ, മറന്നുപോയതാ. എനിക്ക് രാത്രി പേടിപ്പിക്കുന്ന സാധനത്തിന്റെ പ്രേതവും ഭൂതവും അതിന്റെ ശല്യമുള്ള സാറേ. തന്നെ വലിയ ഇവിടെ പാലയുണ്ട് സാറേ. പാല ഇവിടെ ഇല്ലടോ, അങ്ങ് കോട്ടയത്തല്ലേ? അതല്ല, ലക്ഷ്യ തറച്ച പാലയുണ്ട് സാറേ. അവിടെ എടോ താൻ ഇതുവരെ പോയില്ലേ? തന്നോട് അങ്ങോട്ട് പോകാനല്ലേ പറഞ്ഞത്? പറഞ്ഞ പോലെ ആ സദാനന്ദ ഭൂപതി ഇതിനകത്ത് കടന്നാൽ ഉടനെ പിടിച്ചിരിക്കണം. ഓക്കെ, എന്നാ വിട്ടോ. ഇവന്മാരെ കൊണ്ട് ഞാൻ തോറ്റ്. ഇവിടെ നിന്നോനും പോയോ? ഇനി പ്രേതവങ്ങാനും കാണുമോ? ശല്യങ്ങള് പോയി, രക്ഷപ്പെട്ട്. അവന്മാര് പോയി പിടിച്ചിട്ട് വരട്ടെ. രാത്രി എനിക്ക് വയ്യ, ഞാനിവിടെ ഇരിക്കാം. പേടിയായിട്ട് പാടില്ല. അവൻ ഭഗവാനെ വെച്ചിട്ട് വരട്ടെ, നമുക്കതുവരെ ഇവിടെ കുഞ്ഞിരിക്കാം. ഇവിടെ എങ്ങും ആരുമില്ലെന്നേ. ചുമ്മാ അയാൾക്ക് ഞാൻ ഏക്കാലും ഇവിടെ ഇരിക്കാൻ പോയി. ഇവിടെ ഇരിക്കും. ഞാൻ പറഞ്ഞില്ല അയാൾക്ക് ഭ്രാന്താണെന്ന്. ഞാൻ അന്നേരം പറഞ്ഞു ഏക്ക് നട്ടഭ്രാന്താണെന്ന്. ആ ഭ്രാന്തിന്റെ കാര്യം പറഞ്ഞപ്പോഴാ വൈഫിനെ ഒന്ന് വിളിക്കട്ടെ. ഏത് വൈഫിന്? തന്റെ വൈഫിനെ. ഇരിടോ. ഇവനിതെവിടെ പോയി കിടക്കുക? ഇതെന്തൊരു കഷ്ടമെന്ന് നോക്കണേ പണ്ടാടങ്ങാനായിട്ട്. ഇവനിത് ഇവനെങ്ങോട്ടേ നോക്കുന്നു? താനാണോ ചോദിച്ചത്? ഞാനല്ലോ ചോദിച്ചത്, താനല്ലോ ചോദിച്ചത്. ഞാൻ ഒച്ച വെച്ചില്ലടോ. എന്നാലും ഒരു ഒച്ച കേട്ടല്ലോ. എന്തായാലും ഒരു കാര്യം ചെയ്യാം. ഇവിടെ എവിടെയോ ഭൂതോ പ്രേതോ പിശാശോ ഉള്ളത് ശരിയാ. ഇവിടെ ഇരിക്കുക. രണ്ടാലെന്ന് അറിഞ്ഞിട്ട് തന്നെ കാര്യം. സയല്ലേ ഇയാളെന്നെവിടെ? ഒച്ച കേട്ടതുപോലെ എനിക്ക് തോന്നിയായിരുന്നല്ലോ. അത് അല്ല, എടാ ഭൂപതി, ഈ വഴിക്ക് അവന് ഓടിയത് എന്തു പറ്റി? അതാരാടോ? അതാരാളിയാ? സാറേ, ഇത് ശരിക്കും അമ്പലത്തിനകത്ത് വെച്ച് കണ്ട അവന്മാരാണോ എന്ന് എനിക്കൊരു സംശയം. എനിക്കും ഉണ്ട് സാർ സംശയം. എനിക്കും. വിടണ്ട. സാർ ഒരു കാര്യം ചെയ്യാം. സാറിന്റെ ഒരു ധൈര്യത്തിന് വേണ്ടി ഞങ്ങൾ രണ്ടുപേരും ഇവിടെ നിൽക്കാം. അത് ബുദ്ധി. ഭാഗ്യത്തിനെ രക്ഷപ്പെട്ടത്. ആ എസ് ഐ നമ്മളെ കണ്ടോ ആവോ? ഭഗവാനെ, ഈ നായർക്ക് എന്ത് പറ്റി? എടാ അയാളുടെ വായന തുണി എടുത്ത് മാറ്റാ, അല്ലെങ്കിൽ ശ്വാസം പിടിച്ച് ചത്തുപോയാള്.
ഒരലർച്ചയായിരുന്നില്ലേ? ഒരു കൂട്ടം ചീറ്റപ്പുലിയുടെ ശബ്ദം പോലെ. പക്ഷെ ഭയമെന്ന വികാരം ഒരു ലവലേശം പോലും തീണ്ടിയിട്ടില്ലാത്ത ഞാൻ ഒരു സംഘടനാത്മക രംഗത്തിന് മുതിർന്നില്ല. അതേതായാലും നന്നായി. അതെ അതെ. ഒരു പോലീസുകാരന്റെ കൃത്യനിർവഹണത്തെ കുറിച്ചുള്ള അവബോധം എപ്പോഴും നമുക്കുണ്ടായിരിക്കണം. പിന്നെ തീർച്ചയായിട്ടും സാർ. നിങ്ങൾ എന്നെ ശരിക്കും ആക്കുകയാണോ? അതെ സാർ. അങ്ങേ പോലെ ധീരനായ ഒരു പോലീസ് ഓഫീസറെ ആർക്ക് നിസ്സാരനാക്കാൻ കഴിയും സാർ? പറയണം സാർ. അപ്പോ നിങ്ങൾക്ക് കാര്യങ്ങളെല്ലാം മനസ്സിലായല്ലേ? വൈ നോട്ട് സാർ? സാർ, എന്നാലും നമ്മൾ കുറച്ച് സൂക്ഷിക്കേണ്ടിയിരിക്കുന്നു. മനസ്സിലായില്ല സാറേ. ആരും കൊല നടന്ന സ്ഥലമാണ്. പാതിരാത്രി കഴിഞ്ഞാൽ രക്തദാഹിയായ പ്രേതം അവിടെ ആരെയോ കാത്തിരിപ്പുണ്ടെന്നാണ് കേട്ടുകേൾവി. തന്നോട് ഇതാരാ പറഞ്ഞത്? അങ്ങനെയൊന്നും ഉണ്ടാവില്ല. അവന്റെ അടിയേറ്റ് തലച്ചോറ് കലങ്ങി ബുദ്ധിഭ്രമം സംഭവിച്ച പലരും ഈ നാട്ടിലുണ്ട്. എന്നാലൊന്ന് കണ്ടിട്ട് തന്നെ കാര്യം. നാളെ തന്നെ നമുക്ക് അവിടെ ചെന്ന് സെർച്ച് ചെയ്യണം. ആ പ്രേതകഥയുടെ രഹസ്യം നമുക്ക് പുറത്തു കൊണ്ടുവരണം. അത് വേണോ സാർ? വേണം സാറേ. അവിടെ താമസിക്കുന്നവർക്കും ബാധയുണ്ടോ എന്നെനിക്കൊരു സംശയം. പകലുകളിലല്ല, രാത്രികളിലാണ് അവർ രക്തത്തിന് വേണ്ടി അലഞ്ഞു തിരിഞ്ഞ് സഞ്ചരിക്കുന്നത്. എന്നാ നമുക്ക് പകല് പോകാം. ഫോണം അതല്ല, ടെലിഫോൺ. ഹലോ, പോലീസ് സ്റ്റേഷനിൽ വിളിച്ചിട്ടാണോ ഫയർ സ്റ്റേഷൻ ചോദിക്കുന്നത്? എന്താ കാര്യം? മുട്ടത്ര തീ പിടിച്ചെന്നു? സാരമില്ല, ഞാൻ ഫയർ സ്റ്റേഷനിൽ വിളിച്ചു പറയാം. പിന്നെ ഫയർഫോഴ്സ് അവിടെ എത്തുന്നത് വരെ തീ അണയാതെ നോക്കണം. അഥവാ അണഞ്ഞു പോയാൽ വല്ലതൊക്കെ വാരിയിട്ട് കത്തിച്ചോണ്ട് എന്നെ പറയിപ്പിക്കരുത്. അല്ല പിന്നെ ഭൂപതിയുടെ ഒരു പ്രവൃത്തികളും ദേവപ്രശ്നവും അയാൾ കാണിച്ച ദീർഘവിഷ്ണുവും അന്വേഷണ ബുദ്ധിയും ആരെ അമ്പരപ്പിക്കുന്നതായിരുന്നു. അതിനർത്ഥം അയാൾ നമ്മളിലേക്ക് എത്തിന്നുള്ളതാ. കന്യകൾ തൻ കൺമണിയാം ഉണ്ണിക്കാർവർണ്ണൻ തന്നുടെ സുസ്മിതത്തിൽ കാളിന്തി തടത്തിലെ ആരാമപ്പൊയ്കൾ കാളിന്തി തടത്തിലെ ആരാമപ്പൊയ്കൾ നീരാടി നിൽക്കുന്ന രാധേ കണ്ണനില്ലെങ്കിൽ രാധയുമില്ലല്ലോ കണ്ണനെ കൂടാതെ ജീവിതമില്ലല്ലോ എന്നിട്ടും വിരഹിണിയായി രാധ കണ്ണനെ പിരിയുകയായി കണ്ണന്റെ പീയൂഷം മോന്തി കുടിച്ചവൾ നിർവൃതി അടയുകയായി കണ്ണന്റെ വിഗ്രഹം അകതാരിൽ സൂക്ഷിച്ചു കണ്ണന്റെ വിഗ്രഹം അകതാരിൽ
ஒருத்தர் வந்திருக்கு பாரு. யாரோட கடிதாசி? அப்பாவை 2 நாள்ல ஜெயில இருந்து விடுதலை பண்ணுவாங்க பாட்டி. கடவுளே பாட்டி, நிஜமா எனக்கு இன்னைக்கு திரும்பி போனோம். ഷുഗർ കൊടുക്കുന്നുണ്ട്. അമ്മക്ക് കൊടുക്കും മനുഷ്യ. ഇയാളാ ആലീസ് അല്ല പപ്പു പോലീസ്. ഈ തുണി എടുത്ത് ഒളിപ്പിക്ക്. തുണി ഒളിപ്പിക്കാനല്ല, തുണി എടുത്ത് ഇയാളെ ഒളിപ്പിക്കാൻ. ആ തുണി എടുക്ക്. ഞാൻ പേടിയില്ലാത്ത ആളെ തുറക്കാൻ. വാതില് തുറക്കടാ. പിടിച്ചു നിർത്ത്. എന്താണോ തുറക്കാൻ ഇത്ര താമസം? സാറേ ഞങ്ങളിങ്ങനെ എക്സർസൈസ് ഇങ്ങനെ. നീ ആട്ടും കാട്ടത്തിന്റെ അത്രയല്ലോടാ ഉള്ളൂ. നീ എക്സർസൈസ് ചെയ്തിട്ട് സൽമാൻ ഖാൻ ആകാൻ പോകുന്നു. എന്തുവാടാ ഒരു ഞരക്കം? പോയി കക്കൂസി പോയിട്ട് വാടാ. എന്താടാ ഇങ്ങനെ ചേർന്ന് നിൽക്കുന്ന സയാമീസ് ഇരട്ടകളാണ്? അല്പം വിട്ടു വെക്കടാ. എന്തുവാടാ ഞാൻ ശബ്ദം ഉയർത്തിയ ഉടനെ നീ ഇവിടെ സാധിച്ചു? മര്യാദയ്ക്ക് നിന്നോളണം. എന്താ നിന്റെ പേര്? അപ്പുക്കുട്ടൻ. നിന്നോട് ഞാൻ പേര് ചോദിച്ചില്ലല്ലോ. ഒന്നുകിൽ നിന്നെ ഇവിടെ സാധിപ്പിക്കും, അല്ലെങ്കിൽ ഞാൻ കക്കൂസിൽ കൊണ്ടുപോയി സാധിപ്പിക്കും. അവന്റെ ഒരു മുക്കലും മൂളലും. എന്താടാ ഇത്? ഇത് അലക്കിട്ട് തുണിയോ സാറേ, തേക്കാൻ നേരം കിട്ടിയില്ല. ഇത് ഷഡ്ഡിയാണോ അതോ ചീനവലയാണോ? ഈ വീട്ടിൽ വേറെ ആരൊക്കെയാടാ താമസം? ഈ വീട്ടിൽ വേറെ ആരും താമസമില്ല സാർ. അപ്പൊ ഇവിടെ ആരും താമസം ഇല്ലേ? ഈ വീട്ടിൽ ഞാൻ താമസമുണ്ട് സാർ. പിന്നെ നീ വേറെ ആരും താമസം ഇല്ലെന്ന് പറഞ്ഞതോ? ഈ വീട്ടിൽ ഞാനല്ലാതെ വേറെ ആരും താമസമില്ലെന്ന് പറഞ്ഞതാ. അപ്പൊ പിന്നെ ഇവന്മാരാടാ? കുറച്ചു ദിവസമായിട്ട് ഞങ്ങൾ ഇവിടെ തന്നെ താമസം. കൊന്നു കളയും ഞാൻ. നീ ആദ്യം പറഞ്ഞു ഇവിടെ താമസം ഇല്ലാന്ന്, ഇപ്പൊ പറഞ്ഞു താമസം ഉണ്ടെന്ന്. എന്നെ വെറുതെ പ്രാന്തനാക്കരുത്. ഞാനിപ്പോ വെടിവെച്ച് നമുക്ക് പുറത്തിരുന്ന് സംസാരിക്കാം. അത് ശരി. ഇപ്പൊ റാസ്കൽ നിനക്ക് താഴെ വന്നൂടെ? എന്റെ പുറത്ത് നിന്ന് സംസാരിക്കാൻ പറ്റൂ? കേട്ടുകളയും ഞാൻ. സത്യം പറയടാ, ഇവിടെ നിങ്ങളല്ലാതെ ഒരു ബാധയുണ്ട്. പറയടാ, ആരടാ ബാധ? സാറേ ബാധയുണ്ട് സാറേ. കണ്ണൊക്കെ തള്ളി, പല്ലൊക്കെ ഊന്തി, വായിൽ ചോരയെ പറഞ്ഞില്ലേ ഇവിടെ ബാധ ഉണ്ടെന്ന്? ബാക്കി പറ. ആ ബാധ വരുന്നത് കണ്ടാലുണ്ടല്ലോ, സാറ് പോലും അറിയാതെ മൂത്രമൊഴിച്ചു. നീ കണ്ടിട്ടുണ്ടോ? ഇല്ല. ഇനി ബാധയെ നീ എവിടെയെങ്കിലും വെച്ച് കണ്ടു കഴിഞ്ഞാൽ നൈസ വിളിച്ചിരുത്തി ഒരു പെഗ്ഗൊക്കെ കൊടുത്തിട്ട് ആനന്ദിപ്പിച്ച് ഇവിടെ ഇരുത്തിയിട്ട് നീ സ്റ്റേഷനിലേക്ക് ഫോൺ ചെയ്ത് പറയണം, എനിക്ക് 2 മാസം ലീവ് എടുത്ത് വീട്ടിൽ ഇരിക്കണം. ഇവിടെ സ്ഥിര താമസമാണോ? അതെ സർ. എന്നാൽ ആ ചീനവല മാറ്റിയിട്ട് നല്ല 2 അണ്ടർവെയർ വാങ്ങിച്ചു. എന്ത് തൊളയാലും ഞാൻ ഇത്രയും തൊള്ളയിട്ടിട്ടില്ല. മാറടാ. എന്റെ പൊന്ന് കൃഷ്ണ, കൊള്ളഞ്ചേരിയിലെ വിഗ്രഹം കാണാതെ പോയത് എനിക്ക് തന്നെ കണ്ടുപിടിക്കാൻ പറ്റണമേ. അനുഗ്രഹിക്കണമേ. ഭാർഗവ, നിങ്ങൾ എന്ത് വിഡ്ഢിതമാണ് കാണിക്കുന്നത്? നിങ്ങൾ ആ SS നായരെ സ്വതന്ത്രനാക്കും, അല്ലെങ്കിൽ 2 ദിവസത്തിനുള്ളിൽ നിങ്ങളും അകത്താകും. ശിവരാമ, ശിവരാമ, നിങ്ങൾ ആ SS നായരെ സ്വതന്ത്രനാക്കും. അല്ലാത്ത പക്ഷം
ഞാനാടാ. അപ്പു എടാ, ആ ഭൂപതി വന്ന് എന്നോട് പറഞ്ഞടാ ഈ SS നായരെ കെട്ടഴിച്ചു വിടാൻ. എന്റെ ഈശ്വര, എന്നോടും അയാൾ ഇത് തന്നെ പറഞ്ഞത്. ഇപ്പൊ എന്താ ചെയ്യണത്? നമുക്ക് ആ ഭാർഗവനോടും കൂടി ഒന്ന് ചോദിക്കാം, എന്നിട്ട് മതി ഇയാളെ അഴിച്ചുവിടാൻ. നീയായിരുന്നോ? എടാ ആ ഭൂപതി. നീ ഒന്നും പറയണ്ട, ആ ഭൂപതി ഞങ്ങളുടെ അടുത്തും വന്ന് പറഞ്ഞു ഇയാളെ അഴിച്ചുവിടാൻ, അതല്ലേ? അതെ. ഇനിയൊന്നും നോക്കണ്ട, അയാളെ അഴിച്ചുവിടാൻ നോക്ക്. അതെ, എന്നെ രക്ഷിക്കാനായിട്ട് ഇപ്പോ ആരാ ഈ ഭൂപതി? എവിടുന്ന് വന്നു? ഇതിൽ എന്തോ ഒരു ചതിയുണ്ട്. അയാൾ ചതിയനോ വഞ്ചകനോ ഒന്നുമല്ല, സത്യമാണ്. ഇങ്ങനെ പോയാ 2 ദിവസത്തിനുള്ളിൽ നമ്മളകത്താവും. അയാളെ നിങ്ങൾക്ക് അത്ര വിശ്വാസമാണെങ്കിൽ ഈ ദേവവിഗ്രഹം ഞാൻ കൊണ്ട് കുഴിച്ചിട്ടോളാം. ഈ കുറ്റം ഞാൻ ഏറ്റെടുത്തോളാം. എന്നാലും ആ ബോസും കൂട്ടർക്കും ഈ വിഗ്രഹം ഞാൻ വിട്ടുകൊടുക്കില്ല. ആ SS നായർ പറഞ്ഞതിലും കാര്യമുണ്ട്. ഒരു ലക്ഷ്യമില്ലാതെ നമ്മൾ ആ ദേവവിഗ്രഹം ശ്രീകോവിൽ വെച്ച് പോന്നിരുന്നെങ്കിൽ ഇപ്പൊ ചെയ്തതിനേക്കാളും വലിയ പ്രശ്നമായല്ലേ. ഉദ്ദേശം ലക്ഷ്യസ്ഥാനം കണ്ടില്ലെങ്കിൽ കാലാകാല കുറ്റബോധം നമ്മളെ വിട്ട് പോവില്ല. വിഗ്രഹം വളരെ ഈസി ആയിട്ട് അവിടെ കൊണ്ടുവച്ചാൽ ഒരു സംശയം വേണ്ട, അവരതടിച്ചുണ്ടാവും, അതുറപ്പാ. ഇനി എന്താ ചെയ്യാ? എനിക്കൊരു എത്തുംപിടി കിട്ടുന്നില്ല ഭഗവാനെ. നീ ഇങ്ങനെ നെർവസ് ആയാലോ? ഭഗവാൻ തന്നെ തോന്നിച്ചായിരിക്കും ആ വിഗ്രഹം അവിടെ വെക്കാതെ പോരാൻ. എടാ അപ്പു, ഇത്രയും നാൾ നമ്മൾ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ അത് നമ്മളെല്ലാം ഒരുമിച്ചായിരുന്നു. അച്ഛനെ രക്ഷിക്കാനുള്ള തിടുക്കത്തിലാണെങ്കിലും നീ ഒറ്റക്കൊരു എടുത്തേട്ടം നടത്തി. അത് ഞങ്ങൾക്കെന്നല്ല, ആർക്കും അംഗീകരിക്കാൻ പറ്റില്ല. നിന്റെ IAS നഷ്ടപ്പെടുത്തരുത്. അത് നിന്റെ അച്ഛൻ്റെ ആഗ്രഹം പോലെ തന്നെ നടക്കട്ടെ. ഞങ്ങളുടെ ആഗ്രഹം ഈ ഭാഗ്യം ഒരിക്കലും നഷ്ടപ്പെടുത്തരുത്. പറഞ്ഞതുപോലെ നമ്മൾ ഭൂപതിച്ചത് കാണുന്നു, പറ്റുമെങ്കിൽ അയാളുടെ കാലം പിടിക്കുന്നു. നാട്ടുകാർ പറയുന്ന പോലെ അയാൾക്ക് ഇത്ര സിദ്ധിയൊക്കെ ഉണ്ടെങ്കിൽ നമ്മുടെ അവസ്ഥ അറിഞ്ഞാൽ നമ്മളെ സഹായിക്കാതിരിക്കില്ല. ശരിയാ, നമ്മൾ ഭൂപതിയെ കാണുന്നു. സ്വാമി, ഞങ്ങളൊരു അപകടത്തിൽപ്പെട്ടിരിക്കുക, ഞങ്ങളെ രക്ഷിക്കണം. എല്ലാം ഞാൻ മനസ്സിലാക്കും. അച്ഛന്റെ ജീവൻ രക്ഷിക്കാൻ വേണ്ടി മാത്രം ചെയ്തതാ സ്വാമി. നാട്ടുകാരുടെ മുമ്പിൽ ഞങ്ങൾ അപമാനിക്കരുത്. ഒന്നും ഞാൻ മനഃപൂർവ്വം പറയുന്നതല്ല. ഒരു പ്രശ്നം വെക്കുമ്പോൾ ഒന്നും മറച്ചു വെക്കാൻ എനിക്ക് കഴിയുകയുമില്ല. മാപ്പ് തരണു സ്വാമി. മാപ്പ് തരാൻ ഞാൻ ആരുമല്ല. ഏത് കാരണം വെച്ച് നോക്കിയാലും മോഷണം മാപ്പർഹിക്കുന്ന കുറ്റവുമല്ല. അത് നിങ്ങൾ മനസ്സിലാക്കണം. ഞങ്ങൾ ഇനി എന്ത് ചെയ്യണം സ്വാമി? നിങ്ങൾ നിയമത്തിന്റെ മുമ്പിൽ കീഴടങ്ങണം. അതോടൊപ്പം SS നായരുടെയും അധോലോക സംഘങ്ങളുടെയും നീക്കങ്ങൾ നിരീക്ഷിക്കുകയും സമയാസമയങ്ങളിൽ എന്നെ അറിയിക്കുകയും വേണം. വിഗ്രഹം കിട്ടുന്നതിന് വേണ്ടി ആ ബോസും കൂട്ടരും SS നായരെയും ഭീഷണിപ്പെടുത്തിക്കൊണ്ടിരിക്കുക സ്വാമി. സൂക്ഷിക്കണം. അവരെ വലയിലാക്കാനുള്ള പദ്ധതി വഴിയെ ഞാൻ നിങ്ങളെ അറിയിക്കാം. ഇനി ബോസും കൂട്ടരും നിങ്ങളെ അന്വേഷിച്ചു വന്നാൽ ഒരു നാടകം കൂടി നിങ്ങൾ അവരുടെ മുന്നിൽ ആടേണ്ടി വരും. തുടർന്നുള്ള നിർദ്ദേശങ്ങൾക്കായി നിങ്ങൾ കാത്തിരിക്കും. പിന്നെ നിങ്ങളെ രക്ഷിക്കുന്ന കാര്യം അത് ഞാൻ ഏൽക്കില്ല. ഭഗവാൻ തീരുമാനിക്കും. നിർത്തിക്കേ, ഫോൺ വിളിക്കുന്നു. ഹലോ, ഇങ്ങോട്ടൊന്നും സംസാരിക്കണ്ട, ഞാൻ പറയുന്നത് മാത്രം കേട്ടാ മതി. ആ ബോസിന്റെ ആൾക്കാർ എന്നെ തേടി വീട്ടിൽ വന്നിരുന്നു. ഞാൻ കരഞ്ഞ് കാല് പിടിച്ചതിനാൽ അവസാനം വാണിംഗ് എന്ന നിലയിൽ 1 ദിവസം സമയം കൂടി തന്നിട്ടുണ്ട്. എനിക്ക് നിങ്ങളെ നിർബന്ധമായും കണ്ടേ തീരും. നിങ്ങൾ എവിടെയുണ്ടാവും? ഞങ്ങൾ വീട്ടിലുണ്ടാവും. ഓ, ഓക്കെ. ഈ ഡമ്മി വിഗ്രഹം ഞാൻ നിങ്ങൾക്ക് തരുന്നു. ആ ബോസും കൂട്ടിൽ നിന്ന് രക്ഷപ്പെടാനുള്ള രക്ഷാകവചം. ഇനി നിങ്ങൾ ബുദ്ധിപൂർവം പ്രവർത്തിച്ചാൽ ഈ വിഗ്രഹം നിങ്ങൾക്കൊരു സഹായമാകും. ബോസിനല്ലാതെ ഒറിജിനൽ വിഗ്രഹം മനസ്സിലാക്കാനുള്ള കഴിവ് ആ കൂട്ടത്തിൽ ആർക്കുമില്ല. ഉടനെ തന്നെ നിങ്ങൾ ഭൂപതിയെ പോയി കാണണം. ഇനി നമ്മൾ തമ്മിൽ കണ്ടെന്ന് വരില്ല. അപ്പോ എല്ലാം പറഞ്ഞതുപോലെ. सारे तेरा दिमाग खराब है क्या? कहाँ है विग्रह? किधर चुप के रखा तू? तुम्हारा नाटक पुलिस के साथ चलेगा.
लेकिन मेरे साथ नहीं। ബോസിനെ അനുസരിക്കുന്നതാണ് നല്ലത്. വിക്രം എവിടെയാണെന്ന് പറഞ്ഞില്ലെങ്കിൽ നിങ്ങൾ ഇവിടെ നിന്ന് പുറത്തു പോകില്ല. मेरे बात सुनो, अगर तुम मेरा माल हवाला नहीं किया तो तेरा जिंदा मैं नहीं छोड़ूंगा। എന്നെ ഒന്നും ചെയ്യരുത് സാർ. 3 ചെറുപ്പക്കാരാണ് ഇതിന്റെ പിന്നിലെന്ന് അറിയാം. ഞാൻ അവരെ പിന്തുടർന്ന് പിടിക്കാനുള്ള ശ്രമത്തിലായിരുന്നു. കുറച്ച് സമയം കൂടി തന്ന ഞാൻ വിഗ്രഹം എങ്ങനെയെങ്കിലും नहीं, तुम्हारा टाइम खत्म हो गया। जाके वो मामूली बच्चे लोगों को लेके आओ। സാർ, അവരെയും പിടിച്ചുകൊണ്ട് ബോസിന്റെ ആൾക്കാർ എങ്ങോട്ട് പോയി? ഞാൻ എന്ത് ചെയ്യണം? വിഗ്രഹം എന്റെ കയ്യിലാ. സമയം കളയരുത്. എത്രയും പെട്ടെന്ന് അവർ നിർദ്ദേശിച്ച സ്ഥലത്ത് നീ എത്തണം. അല്ലാത്ത പക്ഷം അവർ കാപത്താണ്. ബാക്കി കാര്യങ്ങളെല്ലാം ഞാൻ മാനേജ് ചെയ്തു. വേഗം അവരെടുത്തോട്ട് ചെല്ല്. ഓക്കെ സാർ, ശരി. എവിടേക്കാടാ ആ നായിന്റെ മോൻ വിഗ്രഹമായിട്ട് ഓടിയത്? സത്യം പറഞ്ഞോ, ഇല്ലെങ്കിൽ കൊന്നുകളയും. അവരൊന്നും ചെയ്യണ്ട. വിഗ്രഹം എന്തേ എന്റെ കയ്യിലുണ്ട്. पकड़ो, उसको पकड़ा। Catch him! എടാ സദാനന്ദ ഭൂപതി, സാറിന്റെ പേരെന്താ? എസ് ഐ പ്രേംലാൽ. ഇതങ്ങോട്ട് മേടിച്ചോളൂ. ഒരു സെക്കൻഡ്. ദൈവമേ, പിടിച്ചോളൂ. ശരി, തന്നോളൂ. വിഗ്രഹം ഞാനങ്ങ് തന്നായിരുന്നു. ഞാൻ എടുത്തില്ല, തന്നു. എനിക്കെന്തിനാ വിഗ്രഹം? ഞാൻ തന്നു. പോണ വിഗ്രഹം. ഇതാ നിങ്ങളുടെ വിഗ്രഹം. ഇപ്പൊ മനസ്സിലായില്ലേ ഞാൻ കള്ളനല്ല? ഇങ്ങോട്ട് എവിടെ? ഇവിടെ ഇരുന്ന വിഗ്രഹം എവിടെ? കഷ്ടമായി. അയ്യോ, പോലീസുകാരനാണ്, ഇടിക്കരുത്, പാവം കിട്ടും. ദേ അവിടെ. അയ്യോ, സ്വാമിയായിരുന്നു. അറിഞ്ഞിരുന്നില്ല, ഓർക്കണം. ശിവ, ശിവ, അയ്യോ.
असली नहीं है, नकली है। आप लोग मुझे जीत किया। മലയാളത്തിൽ പറയണം. നീ ആരാണെന്ന് എനിക്കറിയാം. ഒറിജിനൽ വിഗ്രഹം എത്തേണ്ടടുത്ത് എത്തിച്ചു കഴിഞ്ഞു. എത്തേണ്ടടുത്ത് എത്തിക്കാൻ ഇയാളാരാ? ഞാൻ ഭൂപതി, സദാനന്ദ ഭൂപതി. അവരെ കാണുന്നില്ലല്ലോ. നമസ്കാരം സ്വാമി. അല്ല സാർ. താങ്ക് യു വെരി മച്ച്. ഇതാ വെച്ചു. വരിക വരിക. ഒരു വലിയ ആപത്തിൽ നിന്നാണ് നമ്മൾ രക്ഷപ്പെട്ടത്. ഭഗവാന് നന്ദി. ഈ വിഗ്രഹമോഷണം യഥാർത്ഥത്തിൽ പ്ലാൻ ചെയ്തത് ഒരു അന്താരാഷ്ട്ര റാക്കറ്റായിരുന്നു. ഈ പിള്ളേര് കാണിച്ച ഒരു ബുദ്ധിമോശം പിന്നീട് ഈ നാടിന്റെ അനുഗ്രഹമായി. അറിയാതെയാണെങ്കിലും യഥാർത്ഥത്തിൽ ഭീകരിൽ നിന്നും ഭഗവാനെ രക്ഷിച്ചു നിർത്തിയത് ഇവരുടെ പ്രവർത്തനം കൊണ്ടായിരുന്നു. തക്ക സമയത്ത് പോലീസിനെ വിവരമറിയിക്കുകയും പോലീസിന്റെ നിർദ്ദേശമനുസരിച്ച് പ്രവർത്തിക്കുകയും ചെയ്തതുകൊണ്ട് ഈ അന്താരാഷ്ട്ര കുറ്റവാളികളെ നമുക്ക് നിയമത്തിന്റെ മുമ്പിൽ കൊണ്ടുവരാൻ സാധിച്ചു. പിന്നെ പെരുങ്കള്ളനായിരുന്ന ഈ SS നായരെ ഒരു കൃഷ്ണഭക്തനായിട്ട് തിരിച്ചു കിട്ടിയിരിക്കുന്നു. ഭഗവാനെ ഗുരുവായൂരപ്പ രക്ഷിക്കണേ. നിയമപരമായ നടപടിക്രമങ്ങൾക്ക് ശേഷം ഇവരുടെ ശിക്ഷകൾ പരമാവധി കുറയ്ക്കാൻ പോലീസിന്റെ ഭാഗത്തു നിന്നും സർവ്വവിധ സഹായങ്ങളും ഉണ്ടാവും. മനോജ് കുമാർ, ഇതാ തിരിച്ചു കിട്ടിയ ശ്രീകൃഷ്ണ വിഗ്രഹം ഞാൻ കളക്ടറുടെ പ്രതിനിധിയെ ഏൽപ്പിക്കുന്നു. ഈശ്വര, ഇത്രയും മഹാനായ ഒരു പോലീസ് ഓഫീസറാണോ ഞങ്ങളുടെ ഇടയിൽ ജോത്സ്യന്റെ വേഷത്തിൽ കഴിഞ്ഞിരുന്നത്? ആലോചിക്കുമ്പോ സത്യം പറഞ്ഞ ഒരു എത്തും പിടിയും കിട്ടുന്നില്ല സാറേ. എല്ലാം ഭഗവാന്റെ ലീലാവിലാസം.